സെപ്റ്റംബർ മാസം 20-ാം തീയതി ഞായറാഴ്ച പകൽക്കാലം യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി വചനവുമായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. I thank the Lord for this blessed opportunity for us to study from the word on this September 20th. മുള്ളുകളുടെ ഇടയിലെ താമര എന്ന ചിന്തയാണല്ലോ കഴിഞ്ഞ ദീർഘയാഴ്ചകളായി നാം ചിന്തിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. For the last many weeks we've been meditating on this thought, lily among thorns. ഇന്ന് പകൽക്കാലം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ വേദവാക്യം നാം നമ്മുടെ ചിന്തയ്ക്കായി വായിക്കുന്നു. Let me read that portion one more time for our meditation. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. Songs of Solomon chapter 2 verse 2. മുള്ളുകളുടെ ഇടയിലെ താമര പോലെ എൻ്റെ പ്രിയ ഇരിക്കുന്നു. As the lily among thorns, so is my love among the daughters. കഴിഞ്ഞ 4 ആഴ്ചകളായി ആവർത്തിച്ച് ഇതിന്റെ മുഖവര ഞാൻ ഓർപ്പിച്ചിരുന്നു. Over the last few weeks I have given the introduction for this many times. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനത്തിന്റെ വിവരണമാണല്ലോ ഉത്തമഗീതം. The Songs of Solomon is a beautiful poem and the explanation of that. ആത്മമണവാളനായ ക്രിസ്തുവും സഭയാ മണവാട്ടിയുമായിട്ടുള്ള ഉദാത്തമായ സ്നേഹത്തിന്റെ ദൃഢമായ പൊട്ടിച്ചു മാറ്റുവാൻ കഴിയാത്ത ആ ദിവ്യ സ്നേഹത്തിന്റെ വിവരണമാണ് അതിൽ കാണുന്നത്. It is talking about the inseparable love between the groom Christ and his bride the church in this portion. സഭയെ ദൈവാത്മാവ് ഒരുക്കിയെടുക്കുന്നതിന്റെ ഹല്ലേലൂയ ചിന്തകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. We've been thinking about how the church is being prepared to meet the Lord. ഇവിടെ ഹല്ലേലൂയ കാന്തൻ വിലപിക്കുന്നു, തന്റെ കാന്തയായ സഭ, മണവാട്ടിയായ സഭ, വീണ്ടെടുക്കപ്പെട്ട മക്കൾ, അവൾ വിവിധപരമായ മുള്ളുകളുടെ നടുവിൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. The church, his bride, is entangled by many different thorns, we've been learning. അത് ഏതൊക്കെയാണെന്നാണ് ആത്മാവിൽ വെളിപ്പാടോടെ വചനപ്രകാരം നാം ധ്യാനിച്ച് പഠിച്ചു വരുന്നത്. So for the last few weeks we've been meditating by the help of the Holy Spirit to see what those thorns are. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ അത് ഓരോ വാക്കിൽ ആവർത്തിക്കുന്നു. Let me repeat it and summarize it to bring it back to our memory. ഒന്ന്, ദൈവവചനം കാന്തന്റെ മൊഴികളാകുന്ന തിരുവചനത്തെ ഹൃദയത്തിന്റെ മാംസപ്പലകിൽ നല്ല വിത്തായി വീണ് ഫലം കൊടുക്കാതെ അതിനെ ഞെരുക്കുന്ന ഈ ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയുമാകുന്ന മുള്ള്. The first thorn is thorns that choke the word of God, which is the worries of life and the love of money. This thorn. രണ്ട്, വിശുദ്ധിയും വേർപാടും ആചരിക്കേണ്ടതുപോലെ ആചരിക്കാത്ത നിമിത്തം ദർശനത്തെ മങ്ങിച്ചു കളഞ്ഞ, ദൈവാശ്രയത്തെ മങ്ങിച്ചു കളഞ്ഞ, വശത്തും കണ്ണിലും കുത്തിക്കയറിയ മുള്ളുകൾ. The second is how holiness and separation could not be kept, and how there's a thorn in our eye and on the side of our body that is a thorn of attachment to the world. മൂന്നാമതായി നാം ധ്യാനിച്ചത് ആത്മീയ ജീവിതത്തെ ഫലഭൂയിഷ്ടമാക്കാതെ അല്ലെങ്കിൽ ജീവിതമാകുന്ന വയലിലും മുന്തിരിത്തോട്ടത്തിലും പടർന്നു കയറിയ അലസതയും മടിയുമാകുന്ന മുള്ളുകൾ. The third is about the vineyard and how in the vineyard laziness and sluggishness has caught up, and that is a thorn. കഴിഞ്ഞ ആഴ്ച നാം ധ്യാനിച്ചത് ദൈവത്താൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് നിയോഗിക്കപ്പെടേണ്ട നാം നമ്മുടെ മേൽ വിളിച്ചു കയറ്റിയ ഈ ലോകത്തിന്റെ ആധിപത്യങ്ങളാകുന്ന മുൾപടർപ്പെന്ന മുള്ളിനെ കുറിച്ചാണ് നാം പഠിച്ചത്. Last week we thought about how we should be led by the Lord, and instead there are many thorns that we have invited in and is reigning over us. അതെ, എൻ്റെ പ്രിയ ഹല്ലേലൂയ മുള്ളുകളുടെ ഇടയിൽ ഇരിക്കുന്ന താമര പോലെയാകുന്നു. Oh, my bride is the lily among thorns. ഒരു പ്രാവശ്യം കൂടെ മാന്യ പ്രേക്ഷകർ, ഹല്ലേലൂയ, കഴിഞ്ഞ ആഴ്ചകളിലെ ഞങ്ങളുടെ സന്ദേശങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹല്ലേലൂയ വെബ്സൈറ്റിൽ അത് കാണാവുന്നതാണ്. If you have not been able to listen to the last few sermons, you can find that on the website. ഇന്ന് പകൽ വേറൊരു മുള്ളിനെ കുറിച്ച് നാം ധ്യാനിക്കുകയാണ്. And today we will think about a new thorn. ഇതെല്ലാം സുപരിചിതമായ വേദഭാഗങ്ങളാണ്. This is our familiar portions to us. നിങ്ങളുടെ ജീവിത കഥകളുമായി സാഹചര്യങ്ങളുമായി ചേർത്ത് വെച്ച് നാം ഇത് പഠിക്കണം. We need to compare it to our own personal testimony and study it. 2 കൊരിന്ത്യർ 12:7 വാക്യം. In 2 Corinthians chapter 12 verse 7. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യം വളരെ സുപരിചിതമായ വേദഭാഗം. A very familiar portion to us that Apostle Paul writes to the Corinthian church. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം അഥവാ മുള്ള് തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. So to keep me from becoming conceited because of the surpassing greatness of the revelations, a thorn has been given me in the flesh, a messenger of Satan to harass me, to keep me from being conceited. പ്രിയരേ, ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്ന ഈ അഞ്ചാമത്തെ മുള്ള് ദൈവം അനുവദിച്ച ജഡത്തിലെ മുള്ള്. So children of God, the fifth thorn that we will think about is God-given thorns in our flesh. ദൈവം
God permitted thorns in our life. ദൈവം അനുവദിച്ച ശരീരത്തിലെ ജഡത്തിലെ മുള്ളുകൾ. This is a thorn that God has permitted it to our bodies. ദൈവഹിതപ്രകാരം നമ്മെ പണിതെടുത്ത് രൂപാന്തരപ്പെടുത്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മെ ഉയർത്തുവാൻ കഷ്ടതകളും ശോധനകളുമാകുന്ന മുള്ളുകൾ. Oh, many tests and trials that the Lord gives to us to purify us, and that is God-given thorns. അപ്പോസ്തലനായ പൗലോസ് തന്റെ അപ്പോസ്തലത്വത്തെയും ശുശ്രൂഷകളെയും ദർശനത്തെയും വെളിപ്പാടിനെയും ചോദ്യം ചെയ്ത കൊരിന്തിയ സഭയിലുള്ള ചിലർക്ക് മറുപടിയും കൂടെയാണ് 2 കൊരിന്ത്യർ 10-12 അധ്യായങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Apostle Paul, for the people that were challenging his credibility, was answering them by giving an answer in 2 Corinthians chapter 10, 11, and 12. പ്രിയരെ, ആരായി പൗലോസ്? Who is this Paul? മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട അസാധാരണ ആത്മീയ ദർശനത്തിന്റെ ഉടമസ്ഥനാണ്. He is the owner of an amazing vision of the Lord. He was taken up to the third heaven. സ്വർഗീയ ഭാഷകൾ, ദൂതന്മാരുടെ ഭാഷകൾ സ്വന്തം ചെവി കൊണ്ട് കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. He had the amazing privilege with his own ears to hear the voice and the speaking of angels. ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യ ശ്രേഷ്ഠത കൊണ്ട് നിറപ്പകിട്ടാർന്ന പാരമ്പര്യം ഊറ്റം കൊള്ളുവാനുള്ളവനാണ്. He has the great privilege that he is a scholar of the Old Testament law. മറ്റുള്ളവർ നിനക്ക് വിദ്യാബഹുത്വത്താൽ ഭ്രാന്ത് പിടിച്ചു എന്ന് പറയത്തക്കവണ്ണം വിദ്യാസമ്പന്നനും അറിവിൽ തികഞ്ഞവനുമായിരുന്നു. Oh, other people could claim that he is a madman because he has learned so much and has so much education in the law. അക്കാലത്തെ ഏറ്റവും വലിയ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പൗരത്വമായിരുന്ന റോമ പൗരത്വം ജന്മനാൽ നേടിയെടുത്തവനായിരുന്നു. Oh, by birth he also had the Roman citizenship, which was the most sought after citizenship. പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും ഫലങ്ങളും തന്റെ ശുശ്രൂഷയിൽ ആവോളം വെളിപ്പെടുത്തുന്ന അഭിഷിക്ത ദൈവദാസൻ. He was an anointed servant of God that had the manifestation of the Holy Spirit in his ministry. രോഗശാന്തിയും ഭൂതശാന്തിയും തന്റെ ഓരോ ശുശ്രൂഷയിലും നിത്യേന വെളിപ്പെടുമായിരുന്നു. Oh, daily he would have healing and miracles take place in his ministry. രാപകലെന്നെ കരയിലും കടലിലും സഞ്ചരിച്ച് ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി തന്റെ ആയുസ് മുഴുവൻ അധ്വാനിച്ചവനാണ് പൗലോസ്. He was a man who would travel daily for the expansion of the kingdom on oceans and on land. താൻ ധരിച്ചിരുന്ന ഉത്തരിയവും റൂമാലും വലിച്ചെറിഞ്ഞ രോഗികൾ സൗഖ്യമാകത്തക്കവണ്ണം അഭിഷേകത്തിന്റെ നിറവ് ഉച്ച മുതൽ പെരുവരു വരെ കൊണ്ടു നടന്ന അഭിഷിക്ത ദൈവദാസൻ. He was an anointed servant of God that had the healing ministry. By his handkerchief many were healed. താൻ തഴുകിയാൽ മരിച്ചവർക്ക് ജീവൻ ലഭിക്കത്തക്കവണ്ണം കൃപയുടെ ജ്വലനം തന്റെ മേലുണ്ടായിരുന്നു. He had the grace of the Lord that was overflowing out of him, that was able to bless many others. ധാരാളം സഭകൾ ഏഷ്യയിലും യൂറോപ്പിലും സ്ഥാപിക്കുകയും ആയിരക്കണക്കിന് ആത്മാക്കളെ നേരിട്ടും വചനത്തിൽ കൂടെയും ആദായപ്പെടുത്തിയ സ്വർഗീയ സമ്പന്നനായിരുന്നു. He was a giant of the faith that was able to win many for the Lord and establish churches in Asia and Europe. കർത്താവിന്റെ തിരുശരീരമാണ് സഭ എന്ന സ്വർഗീയ വെളിപ്പാട് പ്രാപിച്ചവൻ. He had received the revelation that the Lord's body was the church. മാളികമുറിയിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് യേശു ആചരിച്ച പെസഹയായ തിരുമേശയുടെ കർത്തൃമേശയുടെ ആചരണത്തിന്റെ വെളിപ്പാട് തനിക്ക് ലഭിച്ചിരുന്നു. He had received the revelation of the Passover, the Lord's table that happened on the upper room. ദൈവശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവും ജ്ഞാനവും സഭകൾക്ക് എഴുതുവാൻ ദൈവം തന്നെ ഉപയോഗിച്ചു. The Lord used him to write many epistles and many books writing about the glory of the Lord. നാം ഇന്ന് രാവിലെ കേട്ടതുപോലെ പാപത്തിൽ പിറന്ന മനുഷ്യനെ പാപമില്ലാത്തവനാക്കി മാറ്റുന്ന വിശ്വാസത്താലുള്ള നീതീകരണം എന്ന സ്വർഗീയ മർമ്മവും He received this mystery of the sanctification that happens to the child of God that is born in sin and how become sinless. രക്ഷിക്കപ്പെട്ടവന്റെ ദൈനംദിന ജീവിതയാത്രയിൽ കല്ലറ വരെ കൊണ്ടു നടക്കേണ്ട വിശുദ്ധീകരണം എന്ന ആത്മീയ അലലിയ പക്വതയും He also received knowledge about holiness that a child of God should keep till the very end. ഇഹലോകവാസം കഴിഞ്ഞ് ഈ ശരീരത്തിന് ലഭിക്കുവാൻ പോകുന്ന തേജസ്കരണം എന്ന മഹത്വപൂർണ്ണതയും വെളിപ്പാടായി ലഭിച്ചവനായിരുന്നു പൗലോസ്. The glorious resurrection, the glorious body that the child of God would receive was also revealed to him. നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും സഭയുടെ ഉൽപ്രാപണവും വിശുദ്ധന്മാരുടെ ഉയർപ്പുമൊക്കെ വ്യക്തതയോടെ തെളിവോടെ വരച്ചു കാട്ടുവാൻ ദൈവം കരങ്ങളിലെടുത്ത കരുത്തനായ നേതാവ്. And what is about to happen to the church, and everything was revealed to Paul as well, and he was able to write it down and show it to the church. പക്ഷേ ഇതാ പൗലോസ് ദൈവസഭകളോട് പറയുന്നു. But here Paul is saying to the churches, ഇന്ന് പകൽക്കാലം എന്റെ മാന്യ പ്രേക്ഷകർ വായിക്കുന്ന നിങ്ങളോട് കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, everyone listening and reading this, let me tell you, നിങ്ങൾ അറിയപ്പെട്ട
പൗലോസ് അല്ലാതെ വേറൊരു പൗലോസ് ഉണ്ട്. There is a Paul that you do not know that is revealed here. നിങ്ങൾ കേട്ട പ്രസംഗത്തിന്റെ പിന്നിൽ നിങ്ങൾ കാണാത്ത ഒരു പൗലോസ് ഉണ്ട്. There is a Paul that is behind the preaching that you've heard about him. നിങ്ങൾ കണ്ട ആവേശം കൊണ്ട ലേഖനത്തിന്റെ പിന്നിൽ നിങ്ങൾ കാണാത്ത ഒരു പൗലോസ് ഉണ്ട്. There is a Paul that you do not know that is behind all the books that he wrote. നിങ്ങൾ അനുഭവിച്ച ആത്മീയ പ്രബോധനങ്ങളും ശാരീരിക വിടുതലും ഒക്കെ കാരണമായി തീർന്ന ഈ അപ്പോസ്തലന്റെ പിന്നിൽ നിങ്ങൾ കാണാത്ത ഒരു ചിത്രമുണ്ട്. There is a picture behind this apostle who was such a blessing to you. നിങ്ങൾ പുറമേ കാണാത്ത ഒരു പൗലോസിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. Let me show you a Paul that you do not see on the outward. പ്രിയരേ, എന്റെ ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു മുള്ളുണ്ട്. In my body, Paul says, there is a thorn that is given in my flesh. അതിന്റെ ഉറവിടം നിങ്ങൾക്കറിയാമോ? Do you know the source of that? അത് മണ്ണിൽ നിന്ന് ലഭിച്ച മുള്ളല്ല. It is not from the earth that അത് the source മനുഷ്യരാൽ came. ലഭിച്ച മുള്ളല്ല. It is not by man that the source came. അതിന്റെ ഉറവിടം ദൈവമാണ്. ദൈവം അനുവദിച്ച മുള്ളാണ്. It is God who allowed it to happen. It is God's thorn. പലവട്ടം കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും കാല് പിടിച്ച് കരഞ്ഞിട്ടും വിട്ടുമാറാത്ത മുള്ളാണ് ഈ മുള്ള. This thorn I have prayed about over and over, fasted and prayed, and it will not let go of me. എന്താ കാരണമെന്ന് നമുക്ക് ഇന്ന് രാവിലെ അറിയണ്ടേ? We need to know why that is the reason this പൗലോസ് എന്ന morning. ദൈവദാസൻ, Paul, the servant of God, അതിശ്രേഷ്ഠ അപ്പോസ്തലൻ, the great apostle. ആത്മീയത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്നവൻ, Oh, he is at the spiritual heights. തനിക്ക് ലഭിച്ച വെളിപ്പാടുകളും ആത്മീയ കാഴ്ചപ്പാടും കൊണ്ട് ലോകത്തിന്റെ മുമ്പാകെ തിളങ്ങി നിൽക്കുന്നവൻ. Oh, he is shining before the world with the revelation and the mystery of God that was revealed to him. പക്ഷേ അവൻ ജീവിതത്തിൽ ശുശ്രൂഷയിൽ നിഗളിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. But there is a God Hallelujah. who wants to make sure that he's not filled with pride and become conceited. തലക്കനമില്ലാത്ത താഴ്മയുള്ള വിനയമുള്ള ഒരു ദൈവദാസനായി അവസാന ശ്വാസം വരെയും അവൻ കാണണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്. There is a heaven that wants them to stay meek till the very last moment of his ministry. ആ ഒറ്റ കാരണം കൊണ്ടാണ് പൗലോസിന്റെ ജീവിതത്തിൽ ജഡത്തിലെ ശൂലമായ മുള്ളു ദൈവം അനുവദിച്ചത്. That is why the heavens allowed this thorn which was given in his flesh. എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, ദൈവദാസിദാസന്മാരെ, Oh, everyone listening to me, beloved. നിങ്ങളുടെ ജീവിതത്തിലും ഇല്ലേ ഇങ്ങനെയുള്ള മുള്ളുകൾ? Don't you have such thorns in your life? കാന്തൻ വിലപിക്കുന്നു, എന്റെ പ്രിയ മുള്ളുകളുടെ ഇടയിൽ ഇരിക്കുന്ന താമരയാണ്. The groom is saying, my bride is a lily among the thorns. ഇതിന്റെയും ഉദ്ദേശം വേറെ ഒന്നുമല്ല. There is no other purpose behind it. നാം ആത്മീയത്തിൽ ഇടറിപ്പോകാതിരിപ്പാൻ, Oh, so that we do not go wayward in our faith. പ്രാപിച്ച കൃപയിൽ നിന്ന് മൂക്ക് കുത്തി നിലത്ത് വീഴാതിരിപ്പാൻ, Oh, we do not fall flat on our face. രക്ഷിക്കപ്പെട്ട നാളിലെ ആത്മീയ ആരോഗ്യം അവസാനത്തോളം കൊണ്ടു നടക്കുവാൻ, So that we can have that same faith till the very last breath of our life. സ്വർഗം അനുവദിച്ച മുള്ളുകൾക്കായി ഇന്ന് പകൽ എത്ര പേർ കർത്താവിന് നന്ദി പറയും? How many of you will thank the Lord for the thorns that the heavens has allowed? ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ ജീവിതത്തോട് എന്റെ ജീവിതത്തോട് ചേർത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നു. I am asking a question that is personal to you and me. അതിന്റെ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. There's only one answer to ഇത് that. ദൈവം അനുവദിച്ച മുള്ളാണ്. This is something that the Lord permitted. നിങ്ങൾ പലപ്പോഴും നിലവിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലേ? You have prayed many times over and over. ആവർത്തിച്ച് ഉപവസിച്ചിട്ടില്ലേ? You have fasted and cried about it. അറിയാവുന്നവരോടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? You have called many people about this thorn. എത്രയോ രാത്രിയിൽ മുറിയിൽ വാതിലടച്ച് ഏങ്ങലടിച്ച് കരഞ്ഞിട്ടില്ലേ? So many nights you have cried in tears in your room. കൂടെ പാർക്കുന്നവർ, കൂടെ ഉറങ്ങുന്നവർ, കൂടെ വസിക്കുന്നവർ, കൂടെ ആരാധിക്കുന്നവർ അറിയാതെ ചുടുചുട കണ്ണുനീർ ഒഴുകി എത്രയോ ദിവസങ്ങളുണ്ട്. How many days fallen down and your fellow brothers and sisters രണ്ട് തലയിലും കൈവച്ച് നിങ്ങൾ വിലപിച്ചിട്ടില്ലേ? Oh, you have put your hands on your head and said and lamented. എന്റെ ദൈവമേ എന്ന് ഇതിനൊരു അവസാനം കാണും? My Lord, when will this thorn go away? എന്തേ ഞാൻ ഒരു ദ്രോഹവും ചെയ്യാതിരുന്നിട്ടും എന്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു? Oh, even though I don't do anything wrong, my husband is behaving like this. എന്തുകൊണ്ടല്ല കഠിനമായി എന്നോട് സംസാരിക്കുന്നു? He is speaking so harshly to me. രാപ്പകൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും സ്നേഹം കൊടുത്തിട്ടും എന്തുകൊണ്ട് എന്റെ ഭാര്യ എല്ലാറ്റിലും എന്നിൽ കുറ്റം കണ്ടുപിടിക്കുന്നു, ഇങ്ങനെ പെരുമാറുന്നു? Even though I work so hard day and night, why does my wife and my children find so many faults in me? കുഞ്ഞുങ്ങളെ നൊന്ത് പ്രസവിച്ച് സ്നേഹത്തോടെ വളർത്തിയല്ലേ വലുതാക്കി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുവെന്നൊരു കുറ്റം മാത്രം ചെയ്തിട്ട് എന്തുകൊണ്ട് അവരും അവരോട് കൂടെ വന്നു കയറിയ മരുമക്കളും ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നു? Oh, when I have given birth to children in pain, and why do these children and their in-laws treat me in such a way? ഞാൻ എന്റെ അപ്പനെയും അമ്മയെയും വിട്ടിട്ട് പുതിയ സ്നേഹവും പുതിയ പ്രതീക്ഷകളുമായി ഒരു ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ വന്നു കയറിയിലെ വീട്ടിലെ അപ്പനും അമ്മയും കുടുംബക്കാരും എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു? Oh, when I have left my father and mother and have joined a family, why do the people in this new family treat me in such
such a way. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മുള്ളുകളായി നിങ്ങൾ കണ്ടിട്ടില്ലേ? You have seen these as thorns in your life. ഞാൻ അതിനോട് ചേർത്തൊരു കാര്യം പറയാം. Let me tell you one thing about that. ഈ കല്യാണ ശുശ്രൂഷയുടെ അവസാനത്തെ പ്രാർത്ഥന എന്ന് പറയുന്നൊരു ആവേശമുള്ള പ്രാർത്ഥനയാണ്. Oh, at the very end of a wedding ceremony, there is a zealous prayer. അവസാനം ദൈവദാസന്മാരല്ലേ കരം വെച്ചൊന്ന് പ്രാർത്ഥിക്കും. The pastors will all put their hands on the head of the couple and pray. Blessing of the couple എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. We call it the blessing of the അനുമതി അനുസരിച്ച് വേണേ നമ്മളൊരു പാട്ടും പാടും സങ്കീർത്തനം വായിക്കും. we might sing a song, read a psalm because of the timing. ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കും കല്യാണം കഴിച്ചവർക്കും ഒരു ആവേശമാണ്. Oh, the people listening and the ones that got married are filled with this joy or zeal. എന്തായിരിക്കും ദൈവദാസന്മാർ അതിനകത്ത് ഉപയോഗിക്കുന്ന പദങ്ങൾ? Those are the words that the servants of God use. കർത്താവേ അബ്രഹാമിനെയും സാറയെയും പോലെ ഇവരെ അനുഗ്രഹിക്കണം. Like Abraham and Sarah blessed them. ഇസഹാക്കിനെയും റിബേക്കയും പോലെ ഇവരെ അനുഗ്രഹിക്കണം. Like Isaac and Rebekah blessed them. ഞാൻ യാക്കോബിലെയും പറയത്തില്ല, കാരണം അത് വേറെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് വിടുകയാണ്. ഹല്ലേലൂയ. ബോവസിനെ രൂത്തിനെയും പോലെ ഇവരെ അനുഗ്രഹിക്കണം. Like Boaz and Ruth blessed them. അക്കിലയും പ്രിസിലയും പോലെ അനുഗ്രഹിക്കണം. Like Aquila and Priscilla. അപ്പൊ അന്ന് അവിടെ നിൽക്കുന്ന ഭർത്താവ് സ്വപ്നം കാണുകയാണ്. So the husband standing there is dreaming. എന്റെ സാറ എന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. Oh, Sarah is next to me. സാറ ഉടനെ പറയും, ഹല്ലേലൂയ, അബ്രഹാം എന്റെ കൂടെ നിൽക്കുന്നേ. Sarah will say, Abraham is standing next to me. ഓ, റിബേക്കയെ കിട്ടിയതിനായ സ്തോത്രം. I thank the Lord I got Rebekah. ഇസഹാക്ക് എന്റെ മണവാളനായി വന്നല്ലോ, നന്ദി കർത്താവേ. And Isaac is my groom. I thank the Lord. ഓ, ബോവസിനെ ലഭിച്ചതിന് നന്ദി യേശുവേ. I thank you for giving me Boaz. രൂത്തിനെ എനിക്ക് ഭാര്യയായി കിട്ടതിന് സ്തോത്രം. I thank the Lord I have Ruth as a wife. അക്കിലയും പ്രിസിലയെ പോലെ ഞങ്ങൾ ആക്കിയതിനാൽ സ്തോത്രം. Thank you, Lord, you've made us like Aquila and Priscilla. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് സാറ അല്ലെന്ന്. Oh, after 6 months you realize Sarah is not Sarah. സാറ മാറയായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? Have you seen Sarah become Mara? അബ്രഹാം ലാബാനായി മാറുന്നത് കണ്ടിട്ടില്ലേ? Abraham becoming Laban. ഇസഹാക്ക് റിബേക്കയുടെ സ്വഭാവം മാറിയത് കണ്ടിട്ടില്ലേ? Have you changed the behavior like Rebekah അയ്യോ, and എന്നെ Isaac? എപ്പോഴും യജമാനനെ എന്ന് വിളിക്കുന്ന സാറയെ ഞാൻ കണ്ടത്. I saw Sarah always calling me master. പക്ഷെ കണ്ടാൽ ഒരു ബഹുമാനം പോലും തരാത്ത സാറകളും അല്ലെങ്കിൽ നാബാലും ഒക്കെ വീട്ടിലുണ്ടാകും. Now there is no respect given, and that is the situation now. മോശയുടെ സിപ്പോറ പോലെ ഭാര്യമാരുണ്ടാകും. Oh, there might be like Zipporah wives in the home. ഞാൻ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? What do I mean? 40 വർഷം മിദ്യാനി ന്യായപ്രമാണം പറഞ്ഞു കൊടുത്തിട്ടും പരിച്ഛേദന എന്ന കർമ്മം അനുസരിക്കുവാൻ തയ്യാറാകാതിരുന്ന സിപ്പോറയായിരുന്നു മോശയുടെ ഭാര്യ. Moses' wife Zipporah, even though he taught her for 40 years in the wilderness, was not willing to obey and take the hard circumcision. ഒടുവിൽ 80-ാമത്തെ വയസ്സിൽ മിസ്രൈമിലേക്കുള്ള യാത്രയിൽ സത്രത്തിൽ വെച്ച് ദൈവം കഴുത്തിന് പിടിച്ച് നെക്കി മോശ ശ്വാസം കിട്ടാതെ പിടയുമ്പോഴാണ് സിപ്പോറ പരിച്ഛേദന അനുസരിച്ചത്. It was only when she was having to do it in her journey that she received the circumcision. ഇയ്യോബിന് ലഭിച്ചതുപോലെ ഭാര്യമാരെ കിട്ടിയേക്കാം. Oh, you might receive wives like Job did. അബീഗയിലെ നാബേലിനെ പോലെ ബുദ്ധിഹീനന്മാർ ഭർത്താക്കന്മാരിരുന്നേക്കാം. Oh, like Abigail, you might get husbands like Nadab. പക്ഷേ ഇതൊക്കെ ദൈവം തന്ന മുള്ളാണെന്ന് അറിയുമ്പോഴാണ് സ്തോത്രം Oh, പറയുന്നത്. but you need to know these might be thorns the Lord has given you ഹല്ലേലൂയ. നിങ്ങളെ നന്നാക്കുവാൻ, to make you better, നിങ്ങളെ ശരിയാക്കുവാൻ, to make you correct, നിങ്ങൾ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, so that you do not get conceited, നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടാതിരിക്കേണ്ടതിന്, so that your eternity is not lost, ഈ ലോകത്തിലെ സുഖങ്ങൾക്കപ്പുറത്തും സ്വർഗ്ഗ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതിന്, so that there is things more than the luxuries of this സ്വർഗ്ഗം world. അനുവദിച്ച സ്തോത്രം. I thank the Lord for the God allowed thorns. ഒരു കുറ്റവും ചെയ്യാതെ ഒരുമിച്ച് ആരാധിക്കുന്നവർ എന്തേ ശത്രുക്കളായി മാറുന്നത്? Oh, how do people that worship together become enemies? രാപ്പകൽ അധ്വാനിച്ചിട്ടും കൂടെ ജോലി ചെയ്യുന്നവർ എന്തേ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? Oh, why are people angry at each other though they work side by side? ഇങ്ങനെ ഉത്തരം കിട്ടാത്ത 100 ചോദ്യങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുണ്ട്. You have hundreds of questions that you've never gotten the answer for. അതിനെ ഓർത്ത് നിങ്ങൾ പലവട്ടം വിലപിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. You have cried and lamented about why there is no answer. പക്ഷേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറഞ്ഞത് നിങ്ങളോടും പറയുന്നു. What the Holy Spirit told Paul, let me say that to you as well. കുഞ്ഞേ, ഇത് ഞാൻ അനുവദിച്ച മുള്ള. This is a thorn that I allowed. നിന്റെ ശരീരത്തിലെ വേദന ഞാൻ അനുവദിച്ചതാണ്. I allowed the pain in your body. പ്രാർത്ഥിച്ചിട്ട് മാറാത്ത ഈ രോഗമുണ്ടല്ലോ, ഞാൻ അനുവദിച്ചതാണ്. That disease that will never go away, I allowed it. ഉദ്ദേശം എന്നും നീ ഒരു ആത്മീയനായി തന്നെ എന്റെ സന്നിധിയിൽ കാണണം. Oh, the purpose of it that you will always be a saint in my presence. ഉത്തമ വിശ്വാസി
വിശ്വാസിയായി സാക്ഷ്യമുള്ളവനായി അവസാനത്തോളം നിൽക്കണം. that you will have a great testimony till the very end of your life. അതാ ദൈവത്തിന്റെ ആഗ്രഹം. That is the desire of God. നാം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. So that we do not become conceited. ഞാൻ ഈ പ്രസംഗം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ As I was writing this sermon, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. the Holy Spirit spoke to me. 10-20 വർഷം മുമ്പ് വരെയും Until about 10-20 years ago, അയ്യോ എന്റെ ഉള്ളിലും ഉണ്ടായിരുന്ന ഒരു ആത്മീയ അഹങ്കാരി. I had a spiritual pride as well. ഹല്ലേലൂയ. പ്രക്കൃതിയെത്തുന്ന ബഹുമാനങ്ങളും അംഗീകാരങ്ങളും കിട്ടിയപ്പോൾ, when I received all the accolades before I became mature, spiritually matured, ആത്മീയ ഹല്ലേലൂയ ലോകത്തിൽ തന്നെ പ്രയോജനപ്പെടുമ്പോൾ, while I was useful in the ministry, എല്ലാം തികഞ്ഞു എന്നൊരു അവബോധം എന്റെ അകത്തുണ്ടായി. I had a thought in my mind that everything was done. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. I'm not going into the history. എന്നെ ഉടയ്ക്കുവാൻ സ്വർഗ്ഗം തീരുമാനിച്ചു. The Lord decided to crush me. ദൈവത്തിന്റെ കയ്യിലെ അഡ്രസ് ഇല്ലാത്തവനാക്കി മാറ്റി കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മീയ അഹങ്കാരം ഇല്ലാതാകുന്നത്. When the Lord creates you in his hand without an address, that is when you become, ദൈവം മാത്രം എന്നെ ഉപയോഗിച്ചാൽ മതി എന്ന് സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നാം തിരിച്ചറിയുന്നത്. when we know God only uses you, that is when you lose your pride. സഹോദര സഹോദരി, നിന്നിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളും കൃപകളും വരങ്ങളും ആത്മഫലങ്ങളും അതിന്റെ തിളക്കം മാറ്റുകുറയാതെ അവസാനം വരെ കൊണ്ടു നടക്കണമെന്ന് നിനക്ക് വേണ്ടി ജീവൻ തന്ന ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്. There is a dream of the Lord Jesus that gave his life for you, that you would stay faithful to the very end of your life. അതിന് ദൈവത്തിന് അറിയാം എവിടെ തൊട്ടാൽ നിലനിൽക്കുമെന്ന്. The Lord knows where to touch you to keep you faithful. അത് കാലിലെ മുടന്താണെങ്കിൽ അങ്ങനെ ദൈവമാക്കും. If it is to give you a lameness to your feet, he will do that. അത് കൈ തളർത്തിയാണെങ്കിൽ, if it is to give you a weakness in your hand, he will do that. മുള്ളുപോലെ ഭാര്യയോ മുള്ളുപോലെ ഭർത്താവിനെയോ മുള്ളുപോലെ കുഞ്ഞുങ്ങളെയോ മുള്ളുപോലെ ബന്ധങ്ങളെയോ തന്ന് നിന്നെ ആത്മീയത്തെ ദൈവം പിടിച്ചു നിർത്തും. The Lord will give you relationships with a husband or wife or children or other people that will be like a thorn that will keep you in the faith. രാജവസ്ത്രം ഊരി വെച്ച് പെട്ടകത്തിന്റെ മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്ന വലിയ ദാവീദിനും David, who would dance undignified before the Lord, he had a wife when he got home that would ridicule him. There might be relationships that you have that will you have to pay a price for your spiritual walk. This has allowed, that is a thorn. That is when you realize that you will grow spiritually. The Lord will make us people of meekness. Those spiritual people that are not meek are not spiritual. When you look at the ridicule and the suffering we had to endure, examine the sum total of that. So our spiritual walk has not gone down because of it. Your songs have only sharpened because of it. Your prayer is only getting shinier by that. Your worship has only increased because of that. Your anointing has only gone up because of that trial. The Lord has taken you to new heights because of that thing. How many of you will praise him for that thorn? I thank the Lord for the thorns he has permitted. I thank the Lord for the ones he has allowed. Hallelujah. Hallelujah. That is what heaven also tells us this morning. My bride is lily among the thorns. That is what heaven expected as well. You know the historical background of the word of God. It was the words of Dinah that made Hannah become a warrior of prayer. It was the same thing that made Hannah become a prayer warrior in the temple of God. Many
many of you have read that and been overjoyed in your spirit? സമ്പത്തുകളുടെ അപകാരവും സന്താനങ്ങളുടെ അപകടവും വരുത്തിവെച്ച വിനകൾ. Oh, there are many people, many times that there were many dangers that you went through. ഭാര്യയുടെ നിരാശപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ. The words of your wife that pierced you. സ്നേഹിതരുടെ കുറ്റാരോപണങ്ങൾ നിറഞ്ഞ സംസാരങ്ങൾ. Many of the accusations of your friends. ശരീരത്തിൽ ഉച്ച മുതൽ പെരുവിരൽ വരെ വ്യാപിച്ച വ്രണങ്ങളും അതിന്റെ അസ്വസ്ഥതകളും. Oh, many of the sores and the pain that you had in your body from head to toe. പക്ഷേ ഇതൊക്കെ ഇയ്യോബ് എന്ന ഭക്തനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം അനുവദിച്ച മുള്ളുകളായിരുന്നു. Oh, but those were thorns in the life of Job that brought him purified as refined silver. ഇന്ന് വരെ താൻ തിരിച്ചറിയാത്ത ദൈവ സൃഷ്ടിപ്പിൻ മഹത്വവും അതിന്റെ കരുതലിന്റെ മഹത്വവും അതിന്റെ ദൈവിക നിയന്ത്രണത്തിന്റെ മഹത്വവും തിരിച്ചറിയുവാൻ കഴിഞ്ഞല്ലോ. He was able to see the hand of the Lord, the provision of the Lord, the creation of the Lord because of it. നേരിട്ട് ദൈവിക സംസർഗവും സംസാരവും കേൾക്കുവാൻ തനിക്ക് ഭാഗ്യ പദവി ഉണ്ടായി. Oh, he was able to commune and speak directly with the Lord because of all that happened to അതേ him. പ്രിയരെ, ഇന്നുള്ള ശോധനയും വേദനയുമാകുന്ന മുള്ളുകൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വിഷമമുള്ളതാണെങ്കിലും അതിന് പൊന്നിനേക്കാൾ വിലയുണ്ടെന്ന് തിരിച്ചറിയുക. Children of God, though you might be going through some pain that are thorns in your life, there is a good thing coming out of it. ഇന്ന് പകൽ നമുക്ക് വചനപ്രകാരം നോക്കാം. Oh, let us look at it now with the word of God. The purpose of suffering in our life. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയുടെ മുള്ളുകളുടെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം. The purpose of the sufferings in our life. കഷ്ടതയും പരിശോധനയുടെയും പിന്നിൽ ദൈവം ആഗ്രഹിച്ചത് എന്താണോ അത് നാം തിരിച്ചറിയണം. We need to understand what the Lord desired out of the pain that is the thorn that he allowed. നാം പ്രതീക്ഷിക്കാത്ത ഗുണവിശേഷതകളാണ് ഇതിന്റെ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്നത്. The Lord has something good to come out of it. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. That is why the psalmist says, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. it was good for me to be in suffering. ഹിസ്കിയാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. Hezekiah prayed like this. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. Oh, before peace, a better thing happened to me. എന്തുകൊണ്ടാണ് കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ സ്വർഗ്ഗം അനുവദിച്ചത്? Why does the Lord allow pain and suffering in our life? മാറുന്ന കഷ്ടതയും മാറാത്ത കഷ്ടതയും ഉണ്ട്. There are pains and sufferings that go away and that don't go away. വചനത്തിൽ നാം വായിച്ചാൽ ആ സംഭവങ്ങളൊക്കെ വായിക്കാൻ പറ്റും. We can see the historical background in the word of God. യാബോക്ക് കടവിലെ യാക്കോബിന്റെ മുടന്ത് ദൈവം അനുവദിച്ചതാണ്. The lameness that Jacob received in Jaboth was something that the Lord allowed. എങ്കിലേ നിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ഗോത്രവും ഗോത്രപിതാവ് എന്ന പദവിയും ഇസ്രായേൽ എന്ന രാഷ്ട്രവും ദൈവത്തിന്റെ പ്രഭുവും പുറത്തു വരികയുള്ളൂ. Only if you have that lameness will you get the name Israel and the tribes be named and you become the leader of the tribes. അപ്പനെ കബളിപ്പിച്ചും അമ്മയെ കബളിപ്പിച്ചും അമ്മായപ്പനെ കബളിപ്പിച്ചും ജ്യേഷ്ഠനെ വഞ്ചിച്ചും ഓടി നടക്കുന്നവൻ ഗോത്രപിതാവ് ആകുവാൻ യോഗ്യനല്ല. If you are deceiving your father and your mother and you're deceiving many people, you cannot become the father of the tribes. ആട് വളർത്തി ധനവാനാകാൻ അത് മതിയെന്നേ. Oh, you can become a rich man being a shepherd. ലോകത്തിലെ ഏറ്റവും സമ്പന്നനും വിദ്യാസമ്പന്നനുമാകുവാൻ അത് മതി. You can receive a lot of education and becoming wealthy because of that. But when you are crippled for a purpose. നിന്റെ മുടന്തും നിന്റെ ഉളുക്കുമൊക്കെ ദൈവത്തിന്റെ മനുഷ്യൻ പുറത്തു വരുവാൻ സ്വർഗ്ഗം അനുവദിച്ച മുള്ളുകളായിരുന്നു. Oh, but you are crippled for a purpose because he wants something greater to come out of you. അല്ല, യോസഫിന്റെ പൊട്ടക്കിണറും യോസഫിന്റെ പോത്തിഫറിന്റെ വീട്ടിലെ പ്രലോഭനങ്ങളും ഒക്കെ തന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണത്തിനുള്ള മുള്ളുകളായിരുന്നു. Oh, Joseph was put in that well and put in Potiphar's house for the plans and purposes of the Lord to fulfill in his life. മോശയുടെ മിദ്യാനീയ വാസത്തിൽ കൂടിയാണ് സ്വർഗ്ഗം അഗ്നി ശോധനകൾ അവനെ ജീവിതത്തിലെ കരുത്തനായി ഇടയനാക്കി രൂപാന്തരപ്പെടുത്തിയത്. Moses living in Midian is what made him a warrior and able to stand for പ്രവാചകന്റെ ഖരീത്തും സാരേഫത്തും ഹല്ലേലൂയ ചൂരച്ചെടി തണലിലെ നിരാശയും ഒക്കെയാണ് ഹല്ലേലൂയ അഗ്നിശാലലുയ ശുശ്രൂഷകനായി അവനെ ഉയർത്തിയെടുത്തത്. Oh, the prophet, even though he went through many places of famine, he was able to be fed by the ravens. He was able to become the servant of God, the prophet of God. അഭിഷേകം കിട്ടിയ നാൾ മുതൽ നിർത്താതെയുള്ള പ്രാണരക്ഷാർത്ഥമുള്ള ഓട്ടങ്ങളാണ് ദാവീദിനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി സ്വർഗ്ഗം മാറ്റിയെടുത്തത്. All the running that David had to do to save his life is what made David a man after God's own heart. നാം വായിക്കുന്നില്ലേ ആത്മനിറവിൽ നിറഞ്ഞ യെരുശലേം സഭ. Oh, the Jerusalem church that was filled in the spirit we read. സ്വർഗ്ഗത്തിന്റെ ശബ്ദം നേരിട്ട് കേട്ട സഭ. They had heard the voice of the Lord directly. അപ്പോസ്തലന്മാർ നയിക്കപ്പെട്ട സഭ. They were led by the apostles. പീഡയുടെയും പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ കടന്നുപോയത് കൊണ്ടാണ്. Because they went through trial and tribulation. ഹല്ലേലൂയ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം വ്യാപരിച്ചത്. The gospel spread and scattered all around the world. അവർ അനുഭവിച്ച ചങ്ങലയും തടവും തല്ലുമൊക്കെ സുവിശേഷത്തിന്റെ വർധനവിന് കാരണമായി തീർന്നു. All the beatings that they
received, all the chains they received became an increase of the gospel. പത്മോസിലെ ഏകാന്തതയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് കൊണ്ട് അല്ല കല്ലറയ്ക്കപ്പുറത്തുള്ള വെളിപ്പാടുകളെ കുറിച്ച് ഭക്തന്റെ കണ്ണുകളിൽ നിറമുള്ള ദർശനം സ്വർഗം പകർന്നില്ലേ? Because of the isolation John Hallelujah. had to go through in Patmos, he was able to receive that revelation of what is to come. ഒടുവിൽ ഇന്ന് പകൽക്കാലം നാം വായിച്ച അപ്പോസ്തലനായ പൗലോസിന്റെ ജഡത്തിലെ ശൂലം വരെ സ്വർഗം അനുവദിച്ചതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. At the very end, Paul, that thorn in the flesh that we read, was allowed by the Lord, and there was a great purpose behind it. ദൈവത്തിന്റെ ശോധന പരിശോധന എന്ന മൂശയിലെ മിനുത്ത ആയുധങ്ങളായിരുന്നു ഈ അനുവദിച്ച മുള്ളുകളെല്ലാം. Oh, these thorns were used by the Lord to build them up. അങ്ങനെയെങ്കിൽ നാം അറിയണം എന്തിനാ പ്രിയരെ ദൈവം നമ്മെ ശോധന ചെയ്യുന്നത്. So we need to know what is the purpose of the suffering that we go through in our life. എന്തിനാ ദൈവം മുള്ളുകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചത്? Why does the Lord allow some thorns in our life? നൂറുകണക്കിന് വാക്യങ്ങൾ അതിന് ഉപോത്ബലകമായി വചനത്തിലുണ്ട്. There are hundreds of verses I can take. അതെല്ലാം ധ്യാനിക്കുവാൻ എനിക്കിന്ന് താല്പര്യമില്ല. I don't have time to meditate on all of those. 4-5 കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ എനിക്ക് ആത്മാവിൽ നിയോഗമുണ്ട്. But the Spirit is leading me to a few of those. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ പരിശോധിക്കുന്നത്? Why does the Lord put us through suffering? ഒന്ന്, ദൈവത്തിന് അറിയണം അല്ലേ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്താ ഇരിക്കുന്നതെന്ന് അറിയാൻ. First, God wants to know what is in your heart. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. In Deuteronomy chapter 8 verse 2 and 3. മോശ ഇസ്രായേൽ മക്കളുടെ യാത്രയുടെ അവസാന സമയത്ത് ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയാണ്. Moses is speaking to the people of Israel at the very end of their journey. ശ്രദ്ധിച്ചു കേൾക്കുക ഈ 2 വാക്യങ്ങൾ. Pay attention to these two portions. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. 3-ാം വാക്യം. അവിടുന്ന് നിന്നെ താഴ്ത്തുകയും വിശപ്പിക്കുകയും ചെയ്തത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിങ്ങളെ ഗ്രഹിപ്പിക്കേണ്ടതിനാകുന്നു. And you shall remember the whole way the Lord your God has led you these 40 years in the wilderness, that he might humble you, testing you to know what is in your heart, whether you keep his commandments or not. And he humbled you and let you hunger and fed you with manna, which you did not know, nor did your father. He might make you know that man does not live by bread alone, but man lives by every word that comes out of the mouth of God. അതേ പ്രിയരെ, ദൈവം നമ്മെ ശോധന എന്ന മുള്ള ജഡത്തിൽ അനുവദിക്കുന്ന ശൂലം കൊണ്ട് പരിശോധിക്കുന്നതിന്റെ പിന്നിലെ ഒന്നാമത്തെ ദൈവിക ഉദ്ദേശം ഇതാണ്. This is the first purpose why the Lord allows a thorn and pain in our life. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവ കൽപ്പന എത്രമാത്രം വേരുറങ്ങി ഉറപ്പിച്ചുണ്ടെന്ന് അറിയുവാൻ. The Lord wants to know how the commandments of the Lord has taken root in your heart. ദൈവവചനത്തിന് നിങ്ങളിലുള്ള ഇൻഫ്ലുവൻസ് സ്വാധീനം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന്, so that you will know the influence of the word of God in your heart. നിങ്ങൾ കാറ്റിനാൽ ഉലയുന്ന വേലിയും ആടുന്ന മതിലും ചായുന്ന വേലിയുമാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന്, how much you will sway away from the word of God to know that. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഹലോകവാസം നിങ്ങൾ ദൃഢപ്പെടുത്തിയിരിക്കുന്നത്? And to know the foundation of your walk on earth, what is that based on? മണ്ണിൽ വിളയുന്ന അപ്പത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിലാണോ ജീവിതം? Are you living after the bread of this world? അതോ സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവചനമാണോ നിങ്ങളുടെ ജീവന്റെ ആധാരം? Or is the word that comes out of the mouth of the Lord the bread that you live on? മണ്ണിൽ വിളയുന്ന അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നവൻ ലോകമനുഷ്യനാണ്. Oh, the one who lives after the bread of the world is a man of the world. ആത്മീയന്റെ വിശപ്പും ദാഹവും അപ്പത്തിനായുള്ള വിശപ്പല്ലല്ലോ. Oh, the spiritual man is not always thirsting after bread. വചനം പറയുന്ന പോലെ ഇത് അപ്പത്തിനായുള്ള വിശപ്പല്ല. Oh, this is not a thirst for bread. വെള്ളത്തിനായുള്ള ദാഹമല്ല. It is not a thirst for water. ജീവന്റെ ഉടയവനായ ദൈവത്തിന്റെ ജീവന്റെ വചനത്തിനു വേണ്ടിയുള്ള തുടുപ്പും ദാഹവുമായത്. Oh, it is a thirst for the living word of God. നാം ജീവിക്കുന്നത് അപ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല. Oh, we do not live after the earthly bread. അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. Not based on the blessings we രോഗം receive. സൗഖ്യമായതുകൊണ്ടല്ല ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത്. I don't serve the Lord or love the Lord because of a healing. തലമുറയെ തന്നതുകൊണ്ടല്ല ഞാൻ യേശുവിനെ I സ്നേഹിക്കുന്നത്. don't serve the Lord because he gave me children. അല്ല, സന്തോഷമുള്ളത് കൊണ്ടല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്. It is not because I'm happy I serve the Lord. അതിനൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. Yes, I thank the Lord for those things. പക്ഷെ ഞാൻ ദൈവത്തെ സേവിക്കുന്നത് But the reason I serve him, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് because he came down from heaven to earth. പാപത്തിന്റെ പടുകുഴിയിൽ പിടഞ്ഞു കിടന്ന എന്നെ, The one that was in sin me. ഏദൻ പറുദീസയിൽ നാട്ടി പുറത്താക്കിയ എന്നെ, The one that was taken out of the garden of Eden.
ജീവവൃക്ഷത്തിൽ നിന്ന് അകറ്റി മാറ്റി എന്നെ the one that was separated from the tree of life. ജീവജല നദിയുടെ ഉറവയിൽ വരുവാൻ യോഗ്യതയില്ലാതെ എന്നെ When I was not worthy to come to the water. പിശാച് ചുറ്റി വരിഞ്ഞിരുന്ന എന്നെ Oh, when I was entangled by Satan. സ്വന്തം രക്തം കൊടുത്ത് Oh, with his own blood. കുടഞ്ഞ ചേറ്റിൽ നിന്ന് He picked me up from the ആഴമുള്ള കുഴിയിൽ നിന്ന് Oh, from the pit. പിശാചിന്റെ പിടിയിൽ നിന്ന് Oh, from the grips of Satan. ശാപത്തിന്റെ കേട്ടിൽ നിന്ന് Oh, from the grips of sin. എന്നെ സ്വർഗം വീണ്ടെടുത്തത് ഓർക്കുമ്പോൾ When I see how he redeemed me. ഇന്ന് പകലും ഞങ്ങൾ ആത്മാവിൽ നൃത്തം ചെയ്യുന്നു. Oh, we worship him by dancing. ഞങ്ങളുടെ ആരാധനയുടെ അടിസ്ഥാനം Hallelujah. That is the foundation of our ഞങ്ങളുടെ faith. ആരാധനയുടെ അടിസ്ഥാനം അപ്പത്തിന്റെ അളവും അനുഗ്രഹവും കൊണ്ടല്ല. It is not by this the bread of the world. എന്നെ വീണ്ട സ്നേഹം ക്രൂശിലെ സ്നേഹം. Oh, it is the love on the cross that redeemed me. Hallelujah. 2000 വർഷങ്ങൾക്കപ്പുറത്ത് 2000 years ago. ഞാൻ കിടക്കേണ്ട സ്ഥാനത്ത് When I should have been എനിക്ക് taken പകരമായി പരമബലിയായി തീർന്ന in place of me, he became that sacrifice. ക്രൂശിന്റെ സ്നേഹത്തെ ധ്യാനിക്കുമ്പോൾ When I meditate on the cross, ഞങ്ങൾ എങ്ങനെ പാടാതിരിക്കും? how can I not sing? ഞങ്ങൾ എങ്ങനെ കൈയടിക്കാതിരിക്കും? How can I not clap my അത് hands? സഭാഹോളിലാണെങ്കിലും Whether it's in the service അത് വീട്ടിലാണെങ്കിലും or in your home, അത് ഹോസ്പിറ്റലിലാണെങ്കിലും it is in the അത് hospital, യാത്രയിലാണെങ്കിലും it is in your journey. എല്ലാം കഴിഞ്ഞെന്ന് എല്ലാവരും പറയുമ്പോഴും When everyone says it is over, ഞങ്ങൾ തുള്ളിച്ചാടി കർത്താവിനെ സ്തോത്രം ചെയ്യും. oh, I will jump up and down and worship him. എനിക്ക് വിരോധമായ കൈയെഴുത്തുകൾ സകലതും മാറ്റി എഴുതി. When the world writes things against me, he erases it. എനിക്ക് നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച സ്നേഹം ഓർക്കുമ്പോൾ Oh, when he has put the clothes of righteousness upon me and the love, ഞങ്ങൾ ഇന്ന് പകലും ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കുന്നു. I will praise the Lord in the spirit. വർണ്ണിച്ചിടാൻ എനിക്ക് എന്റെ നാവ് പോരായേ. Oh, I cannot describe it with my lips. എണ്ണി തീർത്തിടാൻ കഴിയുന്നില്ലേ അവിടുത്തെ നന്മയോർത്താൽ. I cannot count the ways he loves me. അതുകൊണ്ടാണ് ഞങ്ങൾ ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിക്കുന്നത്. That is why I love him. ഇത് നാം തിരിച്ചറിയുവാൻ Oh, to know this, അപ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല, not by the bread of earth, ജീവന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നിലനിൽപ്പ് but every word that comes out of God is our foundation. എന്ന് നിങ്ങൾ ഗ്രഹിക്കേണ്ടതിന് Oh, to know that. കഴിഞ്ഞ 40 വർഷം ഞാൻ നിങ്ങളെ ശോധന ചെയ്തെന്ന് ഇസ്രായേലരോട് പറയുന്നു. To the Israelites, he said, for 40 years I tested you. 2020 സംഭവം വ്യത്യസ്തമല്ല. 2020 is no different. അമേരിക്കയുടെ നിലനിൽപ്പ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മടങ്ങി വരട്ടെ. Oh, let America to the word of God. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞവർക്ക് തെറ്റിപ്പോയി. Oh, many that said that their money is going to save them is wrong. ആരോഗ്യ പരിരക്ഷയുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞവർക്ക് തെറ്റി. Many that said their health will save them are wrong. സൈന്യ ബഹുത്വത്തിൽ അഹങ്കരിച്ചവർക്ക് തെറ്റി. Many that are in their weapons are wrong. മെഡിക്കൽ സയൻസിൽ ഊറ്റം കൊണ്ടവർക്ക് തെറ്റി. Medical science is not your answer. അതിരുകളിൽ സമാധാനമുണ്ടെന്ന് പറഞ്ഞവർക്ക് തെറ്റി. Oh, many that said the boundaries will save us. ഇന്ന് പകൽക്കാലം ദേശങ്ങൾ തിരിച്ചറിയട്ടെ. Let the world know. കുടുംബങ്ങൾ തിരിച്ചറിയട്ടെ. Let the families തിരിച്ചറിയട്ടെ. let the churches know. സംഘടനകൾ തിരിച്ചറിയട്ടെ. Oh, let everyone know. വ്യക്തികൾ തിരിച്ചറിയട്ടെ. Let individuals know. ഞങ്ങളുടെ നിലനിൽപ്പ് ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Oh, we stand only on the words that come from the Lord. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്ത തിരുവചനം. The word of God that does not change, the heavens may change. എത്ര പേർക്ക് ഇന്ന് രാവിലെ സന്തോഷമുണ്ട്? How many of you are joyful before the Lord? അപ്പം കൊണ്ടല്ല വാചനം കൊണ്ടും ജീവിക്കുന്നു. Oh, not by bread alone, but the word of God. ഇത് തിരിച്ചറിയുവാനാ നമുക്ക് ലഭിച്ച ശോധനകൾ. Oh, that is why we are going through some of the pains we are. രണ്ട്, ദൈവം എന്തിനാ നമ്മളെ ശോധന ചെയ്യുന്നത്? Secondly, why does God put pain in our life? എന്തിനാ പ്രിയ ഹല്ലേലൂയ കാന്തൻ നിന്നെ മുള്ളുകളാൽ ചുറ്റുവാൻ അനുവദിച്ചത്? Groom, why do you go through some of these thorns? To manifest the life of Jesus in our life. നമ്മൾ ക്രിസ്തുവിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുത്തുവാൻ. To manifest the life of Jesus in our life. 2 കൊരിന്ത്യർ 4 അധ്യായം. In 2 Corinthians chapter 4. അതിന്റെ 8, 9, 10 വാക്യങ്ങൾ. 8, 9 and 10. അവിടെ പൗലോസ് പറയുന്നു. Paul is saying, നോക്കൂ ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. look at our state now. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. We are troubled on every side, yet we are not distressed. ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. We are perplexed but not in despair. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലപ്പുറം ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. We are persecuted but not forsaken. നിങ്ങളുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ വീണ് കിടക്കുന്നവരാണെങ്കിലും നശിച്ചു പോകുന്നില്ല. We are struck down but not destroyed. കാരണം എന്താണെന്നറിയാമോ? Do you know why? നിങ്ങൾക്ക് അറിയേണ്ട കാരണം Do you know
do you want to know the reason? യേശുവിന്റെ ജീവൻ Oh, because the life of Jesus, ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് so that we can carry the body of Jesus. യേശുവിന്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ വഹിക്കുന്നു. We carry the death of Jesus in our body. ക്രൂശിന്റെ നിന്ദയും ക്രൂശിന്റെ വേദനയും Oh, the cross we carry. ഞങ്ങൾ അനുഭവിച്ച് കൊണ്ടു നടക്കുന്നതിന്റെ കാരണം The reason we carry the cross and the shame of the cross ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. is with one aim. Let the life of Jesus be manifested in our life. So that the life of Jesus will be manifested in our bodies. യേശുവിന്റെ ജീവിതം Oh, the life of Jesus, യേശുവിന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടുത്തുവാൻ so that it will be manifested in our bodies. ഞാൻ ഖേദത്തോടെ പറയട്ടെ, Let me tell you ക്രൈസ്തവ സമൂഹത്തോട് ഖേദത്തോടെ പറയുന്നു, let me tell with sorrow to the Christian community. ഏപ്രിൽ മാസത്തിൽ യേശുവിന്റെ ജനനം ആഘോഷിക്കുവാൻ ആളുണ്ട്. Oh, there are people who want to celebrate the birthday of Jesus in April. അല്ലല്ലേ, death of Jesus. Death of Jesus in April. Sorry, അല്ല, ഡിസംബറിൽ യേശുവിന്റെ ജനനം ആഘോഷിക്കുവാൻ ആളുണ്ട്. There are people who want to celebrate the birth of Jesus in എന്നാൽ December. യേശുവിന്റെ ജീവിതം ആഘോഷിക്കുന്നവർ എത്ര പേരുണ്ടെന്ന്? But how many of you are willing to celebrate the life of Jesus? യേശുവിന്റെ ജനനവും യേശുവിന്റെ മരണവും കൊണ്ടാടാൻ ആളുണ്ട്. There are people who want to celebrate Easter and Christmas. അതിന് ചെലവാക്കാൻ പണമുണ്ട്. You have money to spend on those അതിനുവേണ്ടി holidays. പണിയാൻ പള്ളികളുണ്ട്. There are churches built up for that. കൂടി നിൽക്കാൻ ആളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, ഘോഷയാത്രകളുണ്ട്. Oh, there is such celebration around those festivities. പക്ഷേ യേശുവിന്റെ ജീവിതം ആഘോഷിക്കുവാൻ Oh, but to celebrate the life of Jesus, എത്ര പേരുണ്ടെന്നേ? how many of you are there? സ്വർഗം അനുവദിച്ച വേദന എന്തിനാ? Oh, why did the Lord allow the pain? ക്രിസ്തുവിന്റെ ജീവൻ ജീവിതം നമ്മിൽ വെളിപ്പെടുത്തുവാൻ So that his life, his death might be manifested in us. പരിശോധനകളാകുന്ന നിന്ദകളാകുന്ന വിവിധ മുള്ളുകൾ Oh, the various thorns of circumcision. സഭയാം കാന്തേ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ജീവിതത്തോട് നിങ്ങളെ അനുരൂപപ്പെടുത്തുവാൻ is allowed so that you can become more and more like the attitude of Christ. യേശുവിന്റെ ജീവൻ അല്ലെങ്കിൽ ജീവിതം നമ്മിൽ കൂടെ വെളിപ്പെടുത്തി ലോകത്തിന് കാണിക്കുവാൻ So we can show the world the life of Jesus through us. ക്രിസ്തുവിന്റെ സ്നേഹം, മനസ്സലിവ്, കരുണ, ആർദ്രത തുടങ്ങിയവ ലോകം തിരിച്ചറിയേണ്ടതിന് All the qualities of Jesus the world can see through us. അതിനാ ദൈവം നമ്മെ കഷ്ടതയിൽ കൂടെ കടത്തിവിടുന്നത്. That is why the Lord is putting us through suffering. 3, എന്തിനാ നമ്മെ കഷ്ടതയിൽ കൂടെ കടത്തിവിടുന്നത്? Third, why is he putting us through suffering? To obtain the grace to worship God in any circumstances. To obtain the grace to worship God in any circumstance. ഏത് അവസ്ഥയിലും അവസ്ഥാന്തരത്തിലും ദൈവത്തെ ഒരുപോലെ ആരാധിക്കുന്ന കൃപ കിട്ടേണ്ടതിന്. Oh, to receive the grace to worship God no matter what the circumstance. റോമാലേഖനം 5-ാം അധ്യായം In Romans chapter 5, അതിന്റെ 3-4 വാക്യങ്ങൾ verse 3 and 4, പൗലോസ് റോമിലുള്ള തന്റെ സഹോദരന്മാരോട് പറയുന്നു, Paul is telling his brothers in Rome, ഞാൻ നിങ്ങളെ മുഖതാവിൽ ഇതുവരെ കണ്ടിട്ടില്ല. I have not seen you face to face. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ അടുക്കൽ വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I want to come to you in a few days. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ സനാതന സന്ദേശം ജാതികളിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം തിരഞ്ഞെടുത്ത മാനപാത്രമാണ് ഞാൻ. I am the vessel used to bring the gospel to the Gentiles. അതേ സമയത്ത് തന്നെ But at the same time, സുവിശേഷം ജാതികൾക്ക് മാത്രമല്ല, not only for the Gentiles, യഹൂദന്മാർക്കും യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ഞാൻ ഒരുപോലെ സുവിശേഷ നിമിത്തം കടപ്പെട്ടവനാണ്. I am indebted to everyone, the Jew, the Gentile, the barbarians, and everyone else. റോമൻ ചക്രവർത്തിയായ നീറോ മുതലുള്ളവരുടെ സകലരുടെയും പീഡയാൽ കടന്നു പോകുന്ന ജനങ്ങളെ, Oh, the people that are under the evil power of Nero. ഈർച്ചവാളിനാൽ നിങ്ങൾ അറുക്കപ്പെട്ടവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. There were people that were cut in half by a saw. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചവരുണ്ട്. There were people who had to wear animal skin. ജീവനോടെ കാട്ടുമൃഗങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പലരെയും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. Many of you were thrown into wild animals. നിങ്ങളുടെ മേൽ തുണി ചുറ്റിക്കെട്ടിയിട്ട് അതിൽ മെഴുകുരുക്കി ഒഴുക്കി പന്തം കത്തിച്ച് നിങ്ങളെ വെളിച്ചമായി കൊളോസിയത്തിൽ വെച്ചിട്ടുണ്ട്. Oh, many of you were burned alive in the Colosseum. പക്ഷേ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. But one thing you need to understand. കത്തിച്ചാമ്പലായും എണ്ണി ഒടുങ്ങിയവർ ഒരു കൂട്ടരുണ്ട്. Oh, there were people that died ahead of you. നിങ്ങളിൽ പലരും ഈ ശോധനയിൽ കൂടെ കടന്നു പോകുന്നവരാ. Many of you are going through such suffering. പക്ഷേ ഇതിന്റെ പിന്നിലെ ദൈവ ഉദ്ദേശം അറിയണം. But you need to understand the purpose of the Lord. ഈ ലോകത്തിൽ 70-80 വയസ്സ് ജീവിച്ചിട്ട് Oh, to live 70 or 80 years on earth. 6 അടി അല്ലെങ്കിൽ മണ്ണിൽ ഒതുങ്ങി തീരുന്ന ഒരു ആത്മീയമല്ല നിങ്ങളുടെ ആത്മീയം. Oh, not to die on earth and 6 feet under. ഈ കഷ്ടതയിൽ കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? What are you earned by this suffering? റോമർ 5:3-4. In Romans 5 it says that. അത് തന്നെയല്ല കഷ്ടത
സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. Not only that, we rejoice in our suffering, knowing that suffering produces endurance, and endurance produces character, and character produces hope. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും ഒരുപോലെ ക്രിസ്തുവിൽ പ്രശംസിക്കാമെന്ന് ഈ കഷ്ടത നിങ്ങളെ പഠിപ്പിക്കും. Oh, this suffering will teach you that in the good times and the bad times, in all circumstances, we can be in the Lord. ഈ മുള്ളുകളാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് Oh, by this thorn, what you're receiving സഹിഷ്ണുത എന്ന ആത്മഫലവും is to receive this endurance സിദ്ധത എന്ന ആത്മ സ്വഭാവവും and character, പ്രത്യാശ എന്ന നിത്യദർശനവും നമുക്ക് ലഭിക്കുന്നു. and to receive this eternal hope. ഓരോ മുള്ളുകളിൽ കൂടെ നാം കടന്നു പോകുമ്പോഴും When we're going through each thorn, we are identifying with Christ in his divine nature. അവന്റെ ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടവകാശികളായി we മാറുന്നു. are identifying with Christ in his divine nature. റോമർ 8:29 ഇങ്ങനെയാണ് വായിക്കുന്നത്. In Romans 8, we read that. നമുക്കറിയാം 20 We know verse 28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. That the Lord will make everything right for the people that follow them. അത് പറഞ്ഞു നാം ആവേശം കൊണ്ട് ആമേൻ പറഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കും. We will stop with that verse. അല്ലല്ലേ 8-29 വാക്യം വായിച്ചിട്ടേ നിങ്ങളുടെ പ്രാർത്ഥന നിർത്താവൂ. But you need to read verse 29 of Romans. റോമർ 8:29. Romans 8:29. അവിടെ എന്താ പറയുന്നത്? What do we read there? അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ നിയമിച്ചിരിക്കുന്നു. For whom he did it foreknow, he did also predestine to be conformed to the image of his son, that he might be the firstborn among many brethren. We are so happy and excited to preach about the predestination. മുൻനിർണയത്തെക്കുറിച്ച് പറയാൻ നമുക്ക് ഇഷ്ടമാണ്. We want to preach about the predestination. ഉലക സ്ഥാപനത്തിന് മുമ്പ് ഉളവായ ഒരു അൻപാൽ ഞങ്ങളെ തിരഞ്ഞെടുത്തെന്നൊക്കെ അഭിമാനത്തോടെ പറയും. We can say that we have been chosen before the foundation of the world. എന്തിനാ തിരഞ്ഞെടുത്തത്? Why has he chosen എന്തിനാ you? നിങ്ങളെ മുൻ നിയമിച്ചത്? Why has he predestined അല്ല you? അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ. To be conformed to the image of his son. ആദമന് നഷ്ടപ്പെട്ട ദൈവത്തിന്റെ തേജസ് Oh, the glory that was lost to the first Adam. ക്രിസ്തു മുഖാന്തരം നമുക്ക് മടക്കി ലഭിക്കേണ്ടതിന് To receive it back with Jesus. ദൈവത്തിന്റെ മകനെ എന്ന ഓമന പേര് ചൊല്ലി വിളിച്ച ആദമിനെ Oh, to Adam who was called the son of man. പിശാച് വഞ്ചിച്ചു മാറ്റി നിർത്തിയെങ്കിൽ If Satan deceived him. പിശാചിന്റെ പിടിയിൽ നിന്ന് മാറി Oh, to go out of the grip of Satan. യേശുവിന്റെ സ്വഭാവത്തോട് രൂപപ്പെടുത്തുവാൻ To make in the image of God. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. He has done everything in the right way. ഇന്ന് പകൽക്കാലം അങ്ങനെ വിളിച്ചു പറയാൻ പറ്റുമോ? Can you say that this morning? നാം എല്ലാം ഇത് ഭൗതികതയോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കും. Oh, we usually put this in our ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് blessings, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. that everything will happen good in terms of blessings on this earth. പനി വന്ന നന്മയ്ക്ക്, Oh, sickness is for blessing. നാട്ടുകാരോടെല്ലാം വഴക്കുണ്ടാക്കിയിട്ട് വീണ്ടും വന്ന് പറയുമ്പോൾ ഇതെല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റും. Fights with the neighbors, you will say it's അതല്ല for good. ദൈവത്തിന്റെ ഉദ്ദേശം. That is not what God means. അതല്ല ദൈവിക ഉദ്ദേശം. That is not what God means. ദൈവത്തിന്റെ സ്വഭാവമായി പുത്രന്റെ സ്വഭാവത്തോട് നിങ്ങളെ മാറ്റിമറിക്കേണ്ടതിന് Oh, to be conformed in the image of the behavior of his son Jesus. നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. That is why he's predestined you. അതുകൊണ്ട് പ്രിയരെ നിങ്ങൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ So children, as you go through suffering, യേശു ക്രൂശിൽ കാണിച്ച സഹിഷ്ണുത എന്ന ആത്മഫലം നിങ്ങൾക്കുളവാകും. oh, you will have endurance, which is a gift that he showed. അപ്പോൾ തന്നെ സിദ്ധതയായ ക്യാരക്ടർ പുതിയൊരു സ്വഭാവം നിങ്ങൾക്ക് കിട്ടും. So you will get a new character like Jesus showed. നീണ്ടു നിലനിൽക്കുന്ന ഒരു പ്രത്യാശ എന്ന ദർശനം നിങ്ങൾക്കുണ്ടാകും. And you will have a vision of an eternal hope as well. ഇത് തിരിച്ചറിയുമ്പോൾ When you know this, നമ്മൾ ആരും പറയാതെ ആരാധിക്കാൻ we തുടങ്ങും. will start to worship without anyone ഇപ്പൊ ഒരു encouraging us. പാട്ട് പാടാമെന്ന് പറയുമ്പോഴല്ല പാട്ട് തുടങ്ങുന്നത്. Oh, when we say let us sing is not what you sing. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പാട്ടോടെ നാം ആലയത്തിലേക്ക് കടന്നു You വരും. will get up in your bed with a song in your mouth. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ സന്തോഷിക്കും. When they say let us go to the house of the Lord, you will be joyous. ഏത് സാഹചര്യത്തിലും ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിപ്പാനുള്ള കൃപ ലഭിക്കേണ്ടതിന് അവൻ നമ്മെ കടത്തിവിടുന്ന ശോധനയാകുന്ന മുള്ളുകൾ. Oh, the thorns that he puts us through so that we can be joyous in every circumstance. എന്റെ കാന്ത പ്രിയ എന്തുകൊണ്ട് മുള്ളുകളാൽ ചുറ്റപ്പെടുവാൻ സ്വർഗ്ഗം അനുവദിച്ചു? The fourth reason that he has allowed his bride to go through pain. എന്തിനാ ജഡത്തിൽ ശൂലമാകുന്ന മുള്ളുകൾ ദൈവം അനുവദിച്ചത്? Why is the Lord allowing this in his body? To know the pain of the pain. വേദനിക്കുന്നവരുടെ വേദന അതിന്റെ ആഴത്തിൽ അറിയുവാൻ. To know the pain of the people going through the pain. 2 കൊരിന്ത്യർ 8 അധ്യായം In 2 Corinthians 8, അതിന്റെ 1-2 വാക്യങ്ങൾ in verse 1 and 2, മക്കദോനിയ സഭകളെ കുറിച്ച് ഹല്ലേലൂയ കൊരിന്ത്യ സഭക്കാരോട് പറയുകയാണ്. about the Macedonian church,
church, he's telling to the Corinthian church. സഹോദരന്മാരെ, Oh, brothers, മക്കതോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് പറയുന്നു. let me tell you about the grace of God that has been given to the churches among the Macedonians. കൊരിന്ത്യ സഭ വിചാരിച്ചു The Corinthian church thought ദൈവകൃപ എന്ന് പറഞ്ഞാൽ the grace of God നിർത്താതെ അന്യഭാഷ പറയുക. is to speak in tongues. അതാണ് കൊരിന്ത്യ ലേഖനത്തിലെ പഠനം മുഴുവൻ നമ്മെ That പഠിപ്പിക്കുന്നത്. is what the book of Corinthians teaches കൊരിന്ത്യ us. സഭ വിചാരിച്ചു The Corinthian church thought പ്രവചിക്കുന്നതാ ദൈവകൃപ, to prophesy is the grace of God. പാട്ടുപാടി സന്തോഷിക്കുന്നതാ, Singing is the grace of God. ഹല്ലേലൂയ, സ്വർഗീയ ദർശനങ്ങൾ കാണുന്നതാ, To see heavenly visions is the grace of വെളിപ്പാട്, God. രോഗശാന്തി വരം, ഭൂതശാന്തി വരം, Oh, to receive the revelation is the grace of God, they thought. ഇതൊക്കെയാ ദൈവകൃപയെന്ന്. That is what the grace of God, അത് the Corinthian തെറ്റല്ല, അത് ദൈവകൃപ തന്നാണ്. that is, yes, it is true. ദൈവകൃപയുടെ നിറവ് തന്നാണ്. Yes, it is an പക്ഷെ infilling of the നിങ്ങൾ Lord's അറിയാത്ത grace. ദൈവകൃപയുടെ വിവിധ വശങ്ങളുണ്ട്. But there are many different ways that you don't know about. ഞാനൊരു ഉദാഹരണം പറയുന്നു. Let me tell you an example. മക്കതോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ അറിയണോ? You want to know the grace the Macedonian church received? ഒരുപക്ഷെ നിങ്ങൾ അവർ പ്രവചിക്കുന്നത് കേട്ട് കാണത്തില്ല. You might never hear them prophesy. നിങ്ങൾ അവർ കൈയടിച്ച് എല്ലാവരും ഇളക്കുന്നത് കേട്ട് കാണില്ല. You might never hear them clap their hands. 24 മണിക്കൂറും പ്രാർത്ഥന നിരതരായിരിക്കുന്ന കണ്ടു കാണത്തില്ല. You might not see them in prayer 24 hours a പക്ഷേ day. ഇതൊക്കെ അവർക്കുണ്ടെങ്കിലും But even though they അവർ അനുഭവിച്ച കൃപയുടെ മറ്റൊരു വശം ഞാൻ പറയുന്നു. let me tell you another side to the grace they അവർ received. കഷ്ടത എന്ന കഠിന ശോധനയിൽ കൂടെ ആയിരുന്നിട്ടും Even though they went through severe testing of നോക്കൂ, അവരുടെ affliction. മുഖത്തോട്ടൊന്ന് നോക്കിയേ. Look at their face. മക്കതോനിയ മാസിഡോണിയൻ ചർച്ചിന്റെ മുഖത്ത് നോക്കിയേ. Look at the Macedonian church's അവർക്ക് face. സന്തോഷ സമൃദ്ധിയുണ്ട്. They had abundance of joy. ബാങ്കിൽ കുമിഞ്ഞുകൂടി അക്കൗണ്ടിന്റെ അടിസ്ഥാനത്തിലല്ല. Not based on their bank balance. ഹല്ലേലൂയ, എല്ലാം നന്നായിരുന്നിട്ടല്ല. Not because everything was going well. കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടന്നിട്ടല്ല. Not because their children were getting married on മറ്റു time. മണിമാളികകൾ കെട്ടിപ്പൊക്കിയതിന്റെ ബലത്തിലല്ല. Not because of the buildings they had. ആരും അവരെ മുഖത്ത് നോക്കി ഒന്നും പറയാതിരുന്നിട്ടല്ല. No, because everyone did not say anything bad about കട്ടത them. എന്ന കഠിന ശോധനയിൽ അവർ പോകുന്നത്. Even though they went through severe tests of പക്ഷേ അവരുടെ affliction. മുഖത്തെ ചിരി മാറ്റുവാൻ ഈ കട്ടതയ്ക്ക് കഴിഞ്ഞില്ല. But their face could not be changed by this അവരുടെ സന്തോഷ affliction. സമൃദ്ധിയും Oh, the abundance of their joy. അപ്പോൾ തന്നെ മഹാദാരിദ്ര്യമാണ്. Even though they're going through extreme രണ്ടറ്റം poverty. എങ്ങനെ കൂട്ടിമുട്ടിക്കുമെന്ന് മക്കതോനിയ സഭയിലുള്ളവർക്ക് അറിയില്ല. The Macedonian church cannot make ends meet. 3 നേരത്തെ ആഹാരത്തിന് വകയില്ല. They cannot eat 3 square meals. കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുമോ എന്നറിയത്തില്ല. They don't know if they can pay for their children. അതിന് വിളിച്ച പേര് മഹാദാരിദ്ര്യമെന്നാണ്. It is extreme poverty described അബ്രഹാം there. ബഹുസമ്പന്നൻ എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുമ്പോൾ Oh, at the same time they have abundance of joy. ശലോമോന് അല്ലെങ്കിൽ സമുദ്രം പോലെ സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിച്ചിളക്കുമ്പോൾ Oh, when many people have many wealth. യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ വേറൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞ് ജനത്തെ ആവേശം കൊള്ളിക്കുമ്പോൾ When people are being taught the false gospel of prosperity. യെരുശലേമിലെ സഭയിലും ദരിദ്രന്മാരുണ്ടായിരുന്നു എന്ന സത്യം മറന്നു പോകല്ലേ. Oh, don't forget that there was poverty in the Jerusalem church. മഹാദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ Extreme poverty was taking ആ place. ദാരിദ്ര്യം ധാരാളം ഔദാര്യം കാണിപ്പാൻ അവർക്ക് തടസ്സമായില്ല. Oh, they overflowed in a wealth of generosity in the midst of that. അപ്പൊ എന്തിനാ കട്ടതയിൽ കൂടെ നമ്മെ കടത്തിവിടുന്നത്? So why do we go through affliction? മറ്റുള്ളവരോട് കലടിയ കട്ടതയിൽ കൂട്ടവകാശികളായി മാറുവാൻ. Oh, to be partakers and be generous to others who are in the same situation. വിശക്കുന്നവന്റെ ആഹാരം അറിയോ? Oh, only those who have hunger will know the pain of hunger. അമേരിക്കയിലെ കുടുംബങ്ങളിൽ വേസ്റ്റ് ആക്കുന്ന ഫുഡ് മതി ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ മാസങ്ങളോളം ഭക്ഷണം കൊടുക്കുവാൻ. Many of the food that we waste in America is enough for many months of food in India. നിങ്ങൾക്ക് ആവശ്യത്തിലധികമുള്ള ഫുഡ് നിങ്ങൾ വിളമ്പരുത്. Oh, don't take more than you need in terms of food. ഒരു പരിധിയിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ആരെയും നിർബന്ധിക്കരുത്. Don't force anybody to overeat. കടയിൽ ചെന്ന് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറിന് ആവശ്യമുള്ളത് മാത്രമേ ഓർഡർ ചെയ്യാവൂ. When you order from the store, only order what you need. കയ്യിൽ പണമുള്ളത് കൊണ്ടല്ല ഭക്ഷണം വാങ്ങേണ്ടത്. Oh, just because you have the money, don't over order. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓർത്തുകൊള്ളണം. Oh, think about this. വിശക്കുന്ന വയറിന്റെ വിശപ്പറിയണം. Oh, you need to know the hunger pain. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ Oh, children, if you're doubtful. അവസരം കിട്ടുമ്പോൾ മാതാപിതാക്കളെ വിളിച്ചു ചോദിച്ചാട്ട്. Oh, can you ask your parents? Daddy, mommy, have you ever gone through hunger or starving? എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന്? Dad and mom, have you ever been hungry? അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. They will tell you stories. പ്രായമുള്ളവരോട് ചോദിക്കേ. Ask the older people. വൃദ്ധരോട് ചോദിക്കേ. Ask the older. മോശ പറഞ്ഞതുപോലെ, Oh, as Moses said. യോബിന്റെ സ്നേഹിതന്മാർ പറഞ്ഞതുപോലെ, As the friends of Job said. പ്രായം നിങ്ങൾക്ക് പറഞ്ഞു തരും. Oh, the age will tell you. വൃദ്ധന്മാർ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. The old people will tell you. And അവരുടെ മാതാപിതാക്കൾ അവർ നടന്നുപോയ വഴികള്. Oh, the testimony they had. സ്കൂളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ Oh, when they would come home from school. ഇന്ന് നിങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോ When you come home from school today. എന്ത് വിളമ്പി കൊടുക്കണമെന്ന് പകച്ചു നിൽക്കുന്ന അപ്പനും അമ്മയും. Oh, your parents don't know what to feed you. നിങ്ങളുടെ സ്കോർ അറിയാനാണ് അവർക്ക് ധൃതി. They want to know your scores. പക്ഷേ 4 മണിയാകുമ്പോൾ But at 4 o'clock. നമ്മുടെ മാതാപിതാക്കള് Our parents. എന്റെ കുഞ്ഞു വന്നു കയറുമ്പോൾ Oh, when they would come home. എന്ത് വിളമ്പുമെന്നോർത്ത് Oh, what would they feed them? കരഞ്ഞ മാതാപിതാക്കളുണ്ട്. There were many parents who.
അവരോട് ചോദിച്ച് അവർ പറഞ്ഞു തരും. If you ask them, they will teach you. നിങ്ങളുടെ വേദന മറ്റുള്ളവരുടെ വേദന അറിയാൻ വേണ്ടിയാ. Oh, you go through pain so you can know other people's pain. നിങ്ങളുടെ ദാരിദ്ര്യം മറ്റുള്ളവരുടെ കഷ്ടത അറിയാൻ വേണ്ടിയാ. The poverty you have is to know other people's poverty. ഇതിനാ ദൈവം നമ്മളെ കഷ്ടതയിൽ കൂടെ കടത്തിവിടുന്നത്. Why does the Lord put you through the affliction? നിന്ദിക്കപ്പെട്ടവന്റെ മുറിവിന്റെ വലിപ്പം അറിയാൻ. Oh, to know the pain of the wound of the person. കഷ്ടത എന്ന മുള്ള് ദൈവം കൃപയായി തന്നതോർത്ത് സ്തോത്രം ചെയ്യാം. I thank the Lord, He has given us the grace of that ആവശ്യത്തിലിരിക്കുന്നവന്റെ ആവശ്യത്തിന്റെ ആഴം അറിയുവാൻ. to know the depth of the need of the neighbor. ദൈവം അനുവദിച്ച മുള്ളുകൾക്കായി സ്തോത്രം. I thank the Lord for His affliction. ആരെങ്കിലും പ്രാർത്ഥന വിഷയം പറയുമ്പോൾ Oh, when someone has a prayer അതൊരു request, ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ കടത്തിവിടാതെ not have it go from one ear and out the other. അവരുടെ വേദനയെ അറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ. To know the pain that they're going through and നിങ്ങളുടെ pray. കണ്ണിൽ കൂടെ ചുടുകണ്ണുനീര് വരുവാൻ. Oh, to have tears come from സ്വർഗം that നിങ്ങൾക്ക് അനുവദിച്ച വേദനകൾക്കായി ഇന്ന് രാവിലെ സ്തോത്രം പറയണം. I thank the Lord for the pain that He has put me through in the past. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I thank the Lord. 5 എന്തുകൊണ്ടാണ് ദൈവം മുള്ളുകൾ അനുവദിച്ചത്? 5th, why does He allow the suffering? എന്തുകൊണ്ട് താമര മുള്ളുകളുടെ ഇടയിൽ കിടക്കുവാൻ സ്വർഗം അനുവദിക്കുന്നു? Why is the Lord allowing His bride, the lily, to be among thorns? എന്തുകൊണ്ട് ജഡത്തെ കുത്തിമുറിവേൽപ്പിക്കുവാൻ മനസ്സിനെ വേദനിപ്പിക്കാൻ വാക്കുകളും വ്യക്തികളും വിശേഷതകളും കൊണ്ട് ദൈവം അനുവദിച്ചു? Why is the Lord permitting the purpose of this suffering? അതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. That is the meaning behind To it. receive praise, honor and glory at the coming of our Savior and Lord Jesus Christ. To receive praise, honor and glory at the coming of our Lord കർത്താവായ Jesus. യേശുവിന്റെ മടങ്ങിവരവിൽ At the coming of our Lord Jesus. നിങ്ങൾക്ക് മാനവും ബഹുമാനവും പുകഴ്ചയും ലഭിക്കേണ്ടതിന് So that you receive praise, honor and glory. 1 പത്രോസ് 1 അധ്യായം In 1 Peter chapter 1, അതിന്റെ 6-7 വാക്യങ്ങൾ verse 6 and 7. പൊന്തോസിലും കപ്പദോക്കിലും ആസിയിലും ബിഥുനയിലും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരോട് പത്രോസ് പറയുന്നു. To the saints that are scattered all around, Peter is saying, സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വന്നാലും സന്തോഷിച്ചോണം. you have been grieved by various trials that have tested the genuineness of your faith. Be rejoiceful. എന്താ കാരണം എന്നറിയാമോ? Do you know why? 7 വാക്യം, Verse 7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. The trials of your faith, Hallelujah. that it may become more precious than gold, that perishes through, that is tested by fire, may be found in the glory and honor and the revelation of the Lord Jesus ഇന്ന് Christ. അനുഭവിക്കുന്ന പരിശോധന എന്ന മുള്ളുകൾ കൂടെയുള്ള വേദന, Many of the thorns you're going through, that is testing. സഹോദര സഹോദരി മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറമാണെങ്കിലും Even though it is more than you can bear, അതിന്റെ വില പൊന്നിനേക്കാൾ ഏറെയാണ്. it is worth more than gold. നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ Oh, when days are over and there is eternity, ദൈവം ചെയ്തതൊക്കെ നന്മയ്ക്കെന്ന് തിരിച്ചറിയും. you will know that the Lord did it for your good. എന്റെ ശുശ്രൂഷയിൽ എത്ര പ്രാവശ്യം ഇത് പാടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. I don't know how many times I've said this in my ministry. എല്ലാ പ്രസംഗത്തിലും അവസരം കിട്ടിയാൽ ഈ 2 വരി ഞാൻ പാടും. I usually sing this if I get an ഈ opportunity. സഭയിൽ ഞാൻ എത്രയോ പ്രാവശ്യം I have പാടിയിരിക്കുന്നു. sang this many times in this church. നിങ്ങൾക്കും അത് നന്നായിട്ട് അറിയാമല്ലോ. You know this well. നമുക്ക് ചേർന്ന 2 വരി ഒന്ന് പാടാം. Let us sing that together. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ചാശ്രയിച്ച് ആനന്ദിക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്രയിച്ച് ആനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനേശു എന്തനം അന്യനായി ഭൂവിലം നാൾ, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലം നാൾ, ധന്യന ക്രിസ്തുവിൽ സദാ. നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, വ്യക്തമായി യുക്തമായി കൃപയിൻ കരുതൽ അറിയും ഞാൻ, വ്യക്തമായി യുക്തമായി കൃപയിൻ കരുതൽ അറിയും ഞാൻ. അനാദിനാഥനേശു എൻ ധനം അന്യനായി ഭൂവിലം നാൾ, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലം നാൾ, ധന്യന ക്രിസ്തുവിൽ സദാ. സ്വർഗത്തിലെന്താനം ഭദ്രം ശുശോഭനം, സ്വർഗത്തിലെന്താനം
ഭദ്രം സുശോഭനം. ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുൻപ് എന്താനം, ഉലകത്തിന്റെ സ്ഥാപനം അതിലും മുൻപ് എന്താനം, ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാം, ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാം, അനാദിനാഥ് യേശു എന്താനം, അന്യനായി ഭൂവിലും ധന്യനായി ക്രിസ്തുവിൽ സദാവോ, അന്യനായി ഭൂവിലും ധന്യനായി ഞാൻ. ഇന്ന് അനുഭവിക്കുന്ന പല വേദനകളും സഹിക്കാവുന്നതിനപ്പുറത്താണ്. Many of the trials you're going through is more than you can bear. പലവട്ടം കരഞ്ഞ് തലയടിച്ചു പ്രാർത്ഥിച്ചു, മുള്ളൊന്ന് മാറ്റിത്തരണമേ. You have prayed many times, remove this thorn from me, Lord. സ്വർഗം പറഞ്ഞു, മകളെ എന്റെ കൃപ നിനക്ക് മതി. But the Lord said, my grace is sufficient for നിന്റെ ആ you. മുള്ളിന്റെ മുനയെ ഞാൻ കൃപ കൊണ്ട് പൊതിഞ്ഞിട്ട്, I have covered that thorn with നീ grace. പാട്ട് പാടുമ്പോൾ ആരും അറിയത്തില്ല നിനക്കൊരു മുള്ളുണ്ടെന്ന്. Oh, when you sing, no one will know that you have that thorn. ദൈവദാസിയെ നീ പ്രസംഗിക്കുമ്പോൾ ആരും അറിയത്തില്ല നിനക്കൊരു മുള്ളുണ്ടെന്ന്. Oh, when you preach, children of God, they don't know that you have that thorn. നിന്റെ വിക്കുള്ള നാവ് 4 പേര് കാണാതെ മുഖം തേജസ് കൊണ്ട് പൊതിയുന്ന ദൈവകൃപ. Oh, the Lord who covers your face with glory, that people will not know that you stutter. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. I'm going to close my words. 6, എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് മുള്ളുകളാൽ ചുറ്റപ്പെടുവാൻ അനുവദിച്ചത്? 6th, why does he allow the purpose of suffering in our To lives? stretch our hope for a new celestial and glorious heavenly body. Hallelujah. To stretch our hope for a new celestial and glorious body. മണ്ണാകുന്ന ശരീരത്തിൽ നിന്ന് ലഭിക്കുവാൻ പോകുന്ന മഹത്വപൂർണമായ കാഴ്ച തിരിച്ചറിയുവാനാ ദൈവം നമ്മളെ കഷ്ടത കൊണ്ട് അനുവദിച്ചത്. The Lord wants to open our eyes to know the hope we have and the new celestial bodies we will receive. ഇഹലോകവാസത്തിനപ്പുറത്ത് വിണ്മമായ ഒരു ശരീരത്തിലേക്കുള്ള പ്രത്യാശ ഉറപ്പുവാ നമുക്ക് തരുന്നത്. The Lord is giving us an eternal hope for a glorious body on the other shore. നോക്കൂ, ഭക്തന്മാരുടെ വാക്കുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. Let us go to the words of the saints of God. ഇയ്യോബ് 13:15. In Job 13:15, ഭക്തൻ വിളിച്ചു പറയുന്നു, here the saint is അവൻ saying, എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. though he slay me, I will hope in him. ഇതിന്റെ ഇടയ്ക്കൊന്നും എനിക്ക് പുറത്തു വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. I don't want to come out of this. എന്റെ നടപ്പ് ഞാൻ അവന്റെ മുമ്പാകെ തുടർന്നു കൊണ്ടേയിരിക്കും. Oh, I will continue to walk in front of him. ഈ വേദന 60 വർഷം ഉണ്ടേലും, Oh, even though this pain may be 60 ഈ years, 70 വർഷം ഇത് സഹിക്കേണ്ടി വന്നാലും, even if I have to suffer for ഞാൻ എന്റെ thorns, നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിച്ചുകൊണ്ടേയിരിക്കും. I will always walk before him, proving myself. വീണ്ടും ഇയ്യോബ് പറയുന്നു, Again, Job is saying, ഇയ്യോബിന്റെ പുസ്തകം 19 അധ്യായം Job 19, 25 മുതൽ 27 വരെ. 25 to 27. മാന്യ സ്നേഹിതരെ ശ്രദ്ധിച്ചു കേട്ടാട്ട്, Oh, pay attention, my friends. ആലലി ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം ചുരുണ്ടുമ്പോഴും, As he is scratching his body, 10 കല്ലറ കുടുംബത്തിൽ ഉയർന്നു നിൽക്കുമ്പോഴും, as 10 people have died in his family, സഹോദരങ്ങളും ഭാര്യയും കൂട്ടുകാരും ആക്ഷേപിക്കുമ്പോഴും, as everyone, his friends, his wife is ridiculing. 3000 ആടുകൾ ഒഴിഞ്ഞുപോയ തൊഴുത്തുകളും, Oh, 3,000 animals are gone. 7000 ആടുകൾ ഒഴിഞ്ഞുപോയ തൊഴുത്തുകളും, 7,000 of sheep is gone. 3000 ഒട്ടകങ്ങൾ മാറിപ്പോയ ശാലകളും, And so many camels are gone. 500 ഏർക്കാളകളും 1000 കാളകളും 1000 കഴുതകളും ഒഴിഞ്ഞ ഗോശാലകളും, Oh, many of the empty spaces that are now vacated. കത്തി കരിഞ്ച് ചാമ്പലായ നിലങ്ങളും തൊട്ടു മുമ്പിലുള്ളപ്പോഴും, As he is seeing the places that have gone up before him, ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നു, I am going to declare, എന്റെ ഈ വേദനയും ശോധനയും oh, this pain and this trial, എന്റെ തലച്ചോറിനകത്തേക്ക് ഒരു വെളിപ്പാട് തന്നു. it has given me a revelation in my brain. വെളിപ്പാട് 19, 25, 27. Oh, it says in Revelation, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, oh, the one who resurrects me is alive. അവൻ ഒടുവിൽ ഈ പൊടിമേ നിൽക്കും. Oh, he will stand on the earth. ഹല്ലേലൂയ. 6000 വർഷങ്ങൾക്കപ്പുറം, Oh, 6,000 years ago, ഹല്ലേലൂയ, ഏദന്റെ പൂങ്കാവനത്തിലെ in the Garden of Eden, മണ്ണിൽ ദൈവം ഇറങ്ങി വന്ന് oh, the Lord came down on earth. മൺപൊടിയെ, മൃഗങ്ങൾ ചവിട്ടി നടന്ന മൺപൊടിയെ Oh, the dirt that animals would walk on, കയ്യിലെടുത്ത് മനുഷ്യരൂപം കൊടുത്തതുപോലെ, as he gave form and breathed into എന്റെ ഈ man. അഴുകുന്ന ശരീരത്തിനോ Oh, this temporary body of ഒരു mine, ദിവസം സ്വർഗ്ഗം ഇറങ്ങി വന്ന് oh, he will come down one day. മണ്ണിൽ ഇരുന്നാലും മണ്ണിൽ മറഞ്ഞാലും Oh, even though I might be 6 feet under, ഇതിന് രൂപാന്തരം വരുത്തോ. oh, there will be a transformation. എന്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം After my skin, my flesh is ഞാൻ ഒരു gone, പുതിയ രൂപത്തോടെ ദേഹത്തോടെ അവനെ കാണും. I will see him in a new form of a glorious അത് body. 4 പേര്
പറഞ്ഞതല്ല, Oh, that is not someone else telling me. നാട്ടുകാര് പറഞ്ഞത് കൊണ്ടല്ല, Not because the neighbors tell me. അബ്രഹാമും ഇസഹാക്കും യാക്കോബും പറഞ്ഞത് കൊണ്ടല്ല, Not just because the forefathers tell us. പത്രോസും പൗലോസും പറഞ്ഞത് കൊണ്ടല്ല, Not because the apostles tell us. അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട്, Oh, not with anybody else's eye, but my own അന്യനല്ല eyes. സ്വന്തം കണ്ണുകൊണ്ട് With my own eyes. ഞാനത് കാണും. I will see ഈ it. ഉറപ്പാണ് This is my hope. എന്നെ നടത്തുന്നത്. This is what leads me. ഇന്ന് പകൽക്കാലം കഴിഞ്ഞ ചില ആഴ്ചകളായി Oh, for the last few weeks. സഭ എന്ന കാന്ത മുള്ളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. Oh, the bride that is the lily among the thorns. അതിനെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ് നാം ഒരുമിച്ച് ധ്യാനിച്ചത്. We have been thinking about the different ഒരു revelations. പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങളെ കാൽവറിയിൽ കൊണ്ടുപോകുന്നു. Let me take you again to എന്റെ Calvary. മേൽ ചുറ്റി വരുന്ന സകല മുള്ളുകളും, Oh, all the thorns that is around me. എന്റെ മേൽ ഉണ്ടായിരുന്ന സകല ആധിപത്യത്തിന്റെ മുള്ളുകളും Oh, every power and dominion that is over me. ഇന്ന് ഞാൻ കാണുന്നത് I see it today. എവിടെന്നറിയാമോ? Do you know where? മുൾക്കിരീടം തലയിൽ ധരിച്ചു നിൽക്കുന്ന ക്രിസ്തുവിങ്കിലേക്ക് നോക്കൂ. I look unto Jesus who is wearing the crown of thorns. ശാപത്തിന്റെ മുള്ളും പരക്കാലയും Oh, he is wearing that thorn of തലയിൽ shame. കിരീടമാക്കി മാറ്റിയിട്ട് He has put that and turned it from curse. എന്നെ വീണ്ടെടുത്ത ദൈവസ്നേഹം. Oh, that great love he has saved me with. പ്രിയ ദൈവമക്കളെ, ഈ കട്ടത തീരും, Oh, this pain will ഈ be over. കഷ്ടകാലം തീരും. This pain will be മുള്ളുകൾ over. ശോധനകളൊക്കെ അവസാനിക്കുന്ന സുദിനമാസന്നമായി. Oh, there is a day when our pain and trials will be over. നമ്മുടെ ഈ ത്വക്കും ദേഹവും ഒക്കെ ക്ഷയിക്കും. Oh, our skin and our flesh will ഈ wither. കൂടാരമാകുന്ന ഭൗമ ശരീരം വിട്ട് നാം പോകും. We will let go of our human body and we will go. ദ്രവത്വമില്ലാത്ത അദ്രവത്വമുള്ള ഒരു ശരീരം, Oh, we will get a permanent body. മർത്യമായ മരണമുള്ള ഈ ശരീരം മാറി അമർത്യമായ ഒരു ശരീരം, We will get an immortal body, letting go of this mortal body. താഴ്ചയുള്ള ഈ ഒരു ശരീരത്തിന് പകർത്തം ബഹുമാനമുള്ള മഹത്വമേറിയ ശരീരം, Oh, instead of this lowly body, we will get a celestial body. അപമാനമുള്ള ഈ ശരീരം തേജസ്സോടെ ഉയർക്കും. Oh, this shameful body will get a glorious മൺമയമായ body. ഈ ശരീരം വിൺമയമായ ശരീരത്തോട് ഉയർക്കും. Oh, this body that is mortal will get an immortal body. ബലഹീനതയിൽ വിതയ്ക്കുന്നത് ശക്തിയിൽ ഉയർക്കും. Oh, this will gain strength. ഈ ദിവസങ്ങളിൽ ആത്മമണവാളനായി Oh, as we're preparing for our കാന്തന്റെ bride. വരവിനായി സഭ ഒരുങ്ങണം. As the church is preparing for the അതിന് നിങ്ങളെ bride. ഒരുക്കുവാനാണ് കഴിഞ്ഞ 5 ആഴ്ചകൾ വചനം ശുശ്രൂഷിച്ചത്. That is why the last 5 weeks we've been preaching. ഇനി നമുക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. There's only one thing that we have ഇതിൽ desire. വലിയൊരു ആഗ്രഹം ഇനി ഇല്ലതാനും. There is no greater desire. എല്ലാ ദൈവമക്കളോടും പറയുന്നു, To every servant of God. ഇതാണ് ഒരു ദൈവസഭയുടെ, This is the dream of the church. കാന്തയാം സഭയുടെ, Oh, this is the church. മണവാട്ടിയാം സഭയുടെ This is the bride. അകം സന്തോഷിക്കുന്ന ഈ ആഗ്രഹം, This is the greatest desire of the church. കേൾക്കാൻ ചെവി കൊതിക്കുന്ന ഇമ്പശബ്ദം, This is the voice we want to hear. നമ്മുടെ കണ്ണുകളിലെ തിളക്കം ഇതാണ്. This is the shine in our ഇതാണ് eyes. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. This is what leads us forward. എന്താ സത്യം നിങ്ങൾക്കറിയണ്ടേ? Do you want to know the truth? കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ. Oh, it is our desire to see the Lord. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ. It is our desire to see our groom. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. There is no hope in anything else. ഞാൻ അവനുള്ളവൻ, അവൻ എനിക്കുള്ളവൻ. He belongs to me and I belong to him. തമ്മിൽ കാണുന്ന ദിവസമാസന്നമായി. Oh, there is a day coming when I will see him face to face. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗമനവും, Oh, all of Jesus. the coming of Jesus Christ, The coming of Jesus. ദൈവസഭയുടെ ആഗമനവും And the church being taken up. ഉൽപ്രാപണം ഒരുമിച്ച് നടന്നിട്ട് And the rapture taking place നമ്മുടെ together. പുനരാഗമനത്തിന്റെ ദിവസമാസന്നമായി. Oh, there is a day that is coming. മേഘങ്ങളിൽ കാലൊച്ച കേട്ടു തുടങ്ങി. Oh, we are hearing it in the clouds. ഒരുങ്ങുക ദൈവസഭയെ. Church, prepare. ആശപാശമാകുന്ന സകല കുറ്റികളെ വലിച്ചെറിയൂ. Oh, throw away all the things of the world. ദൈവഹിത പ്രകാരം ജീവിക്കൂ. Live according to the word of എന്റെ God. പ്രിയ മുള്ളുകളുടെ ഇരിക്കുന്നു. Oh, my bride is among the thorns. നമുക്ക് ആത്മാവിൽ ആരാധിക്കാം. Let us worship.